എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് മസ്കുലർ ഡിസ്ട്രോഫി SMA പേഷ്യൻസ് സ്വീകരിക്കേണ്ട ആഹാരശൈലി അത് സംബന്ധിച്ചുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ഈ ഒരു സെഷൻ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത് ഡോക്ടർ ഡാലി ഡാനിയൽ എന്ന നമ്മുടെ മാഡമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മൈൻഡിന് പുറത്തുള്ള കുറച്ച് മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യൻസും മാഡത്തിന്റെ നിർദ്ദേശാനുസരണം ഇവിടെ ജോയിൻ ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ലളിതമായിട്ട് ഞാൻ മൈൻഡ് എന്ന ഞങ്ങളുടെ ഈ സംഘടനയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുകയാണ്. മൈൻഡ് എന്ന് പറയുന്നത് കേരളത്തിലെ മസ്കുലർ ഡിസ്ട്രോഫി SMA ബാധിതരുടെ ഒരു കൂട്ടായ്മയാണ്. മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി അഥവാ ഇതിന്റെ ഷോർട്ട് ഫോം ആണ് മൈൻഡ് എന്ന് പറയുന്നത്. 2017 ഈ ഒരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചത്. ഈ സംഘടനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടന റൺ ചെയ്യുന്നത് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് തുടങ്ങി ഇതിന്റെ അംഗങ്ങളായാലും ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയാലും എല്ലാവരും തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മസ്കുലർ ഡിസ്ട്രോഫി SMA ബാധിച്ച വ്യക്തികൾ തന്നെയാണ് എന്നതാണ്. അപ്പോ ഞങ്ങൾക്ക് 5 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. രോഗബാധിതരുടെ തൊഴിൽ, അതുപോലെ തന്നെ ബോധവൽക്കരണം, വിദ്യാഭ്യാസം, ചികിത്സ, പുനരധിവാസം. ഇങ്ങനെ 5 ലക്ഷ്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഈ 5 ലക്ഷ്യങ്ങൾക്ക് വേണ്ടി 17ഓളം പ്രൊജക്ടുകളാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് പ്രഗതി എന്ന് പറയുന്ന റിസർച്ചിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ടിന്റെ കോർഡിനേറ്റർ ആണ് ഞാൻ. എന്റെ പേര് ജെറിൻ ജോൺസൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മൈൻഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്കിനി വേഗം നമ്മുടെ സെഷനിലേക്ക് കടക്കാം. മാഡം, ഓവർ ടു യു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഡാലി എന്നാണ്. ഞാൻ ഒരു ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആണ്. ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തത് പുഷ്പഗിരി ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം 10-20 വർഷത്തോളം ഞാൻ മിഡിൽ ഈസ്റ്റിൽ പല ഹോസ്പിറ്റലുകളിൽ ചീഫ് ഡയറ്റീഷ്യൻ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞങ്ങൾ വന്ന് നാട്ടിൽ സെറ്റിൽഡ് ആണ്. എനിക്കും ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു മകൻ എനിക്കും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഡിഫറെന്റ് ജേർണി, ഡിഫിക്കൽട്ട് ജേർണി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓഫ് കോഴ്സ് ഡിഫറെന്റ് ജേർണി, അതല്ലെങ്കിൽ പോലും പാരലായിട്ട് തന്നെ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ന്യൂട്രീഷൻസിന്റെ ഇമ്പോർട്ടന്റ് എത്രത്തോളം ഉണ്ടെന്ന് അത് ഞാൻ മറ്റാരെക്കാട്ടി കൂടുതൽ ആസ് എ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്, അവരുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സും ഡിഫറെന്റ് ആണ്. ലൈക്ക് നമ്മൾ പിന്തുടരുന്ന ഫുഡ് പാറ്റേൺ ഉണ്ട്, നമ്മുടെ ഏജ്, നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ജെൻഡർ, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് മെഡിക്കൽ സിറ്റുവേഷൻസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റ് ചാർട്ടിന്റെ ഒരു കൺക്ലൂഷനിൽ എത്താൻ. അപ്പം എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും ചിലപ്പം എനിക്ക് കറക്റ്റ് ചിലപ്പം ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് തീർച്ചയായിട്ടും അത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് മറ്റു രോഗങ്ങൾ ലൈക്ക് ജനറ്റിക് അല്ലാത്തുള്ള രോഗങ്ങളിൽ ന്യൂട്രീഷൻ തെറാപ്പിയെ പറ്റും, ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റും ഒരുപാട് ഡേറ്റാസ് അല്ലെങ്കിൽ സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ചുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഈ പറയും പോലെ നമ്മുടെ ഒരു ന്യൂട്രീഷൻ എന്നുള്ള ഒരു പാർട്ടില് മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് സ്റ്റഡീസ് വളരെ വളരെ കുറവാണ്, മീൻസ് വളരെ കുറവാണ്. സോ ആ വിതിൻ ലിമിറ്റ്സിൽ നിന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. സോ പക്ഷെ ഇനി ഫ്യൂച്ചറിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള സ്റ്റഡീസും റിസർച്ചുകളും അല്ലെങ്കിൽ ട്രയൽസും ഒക്കെ നമുക്ക് ന്യൂട്രീഷൻ തെറാപ്പിയിലും നമുക്ക് സംഭവിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പറയും പോലെ ഒരു പ്രോപ്പർ ന്യൂട്രീഷൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇന്ററാക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആദ്യം ഒരു അവയർനെസ് കിട്ടും, എന്നിട്ട് നമുക്ക് ബാക്കി ചിന്തിക്കാം. ഓക്കെ, ഒരു പ്രോപ്പർ ന്യൂട്രീഷൻ കെയർ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം, ശരീരത്തിന്റെ കാര്യക്ഷമത, ഇതിനെല്ലാം ഈ ന്യൂട്രീഷന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്കിലും പക്ഷെ ആസ് എ ഡയറ്റീഷ്യൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാം ഇൻഡിവിജ്വൽ ആണ്. പേഴ്സൺ ടു പേഴ്സൺ നമ്മളുടെ ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഡയറ്ററി നീഡ്സ് ഡിഫറെന്റ് ആണ്. ഇപ്പം സപ്പോസ് MD ഉള്ള 2 പേര് സെയിം ഡിസീസ് ആയിരിക്കും, സെയിം ഏജ് ആയിരിക്കും ചിലപ്പം, പക്ഷെ അവരുടെ ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് അവരുടെ ആ ഒരു ഏജ്
ഹൈറ്റ്, വെയിറ്റ്, അല്ലെ അവരുടെ ജെൻഡർ, അല്ലെ അവരുടെ കറന്റ് സിറ്റുവേഷന്, അവരുടെ മൊബിലിറ്റി, ഇതിനെല്ലാം കൂടെ ബേസ് ചെയ്തിട്ടേ നമുക്ക് ആ ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത് കാരണം ഇത് എല്ലാവർക്കും വളരെ ഡിഫറെന്റ് ആണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും എന്താ പറയുക, ഈ പറയുന്ന പോലെ കോമൺ ആയിട്ട് ന്യൂട്രീഷന്റെ എന്ത് റിക്വയർമെന്റ്സ് ആണ്, എന്തൊക്കെ ആവശ്യകത എന്താണ്, ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് തീർച്ചയായിട്ടും എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ കോമൺ ന്യൂട്രീഷൻ ചാലഞ്ചസ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന കോമൺ ന്യൂട്രീഷൻ ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെ നമുക്ക് ഒരു പരിധിവരെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതും ഈ പറയുന്ന പോലെ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയിലോട്ട് നമ്മൾ പോകുന്നെങ്കിൽ അത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, പേഴ്സണലൈസ്ഡ് ആണ്. പിന്നെ സീസണൽ ന്യൂട്രീഷൻ കെയർ, ഓഫ് കോഴ്സ് ആദ്യമായിട്ട് ജെറിൻ എന്നോട് പറഞ്ഞപ്പം തന്നെ ജെറിന്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ആ സീസണൽ ന്യൂട്രീഷൻ കെയറിനെ പറ്റിയായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സബ്ജക്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു സീസണൽ ന്യൂട്രീഷന്റെ മാത്രമായിട്ട് എനിക്ക് സംസാരിക്കുന്നതിലും നല്ലത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു അവയർനെസ് തരുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര പേര് മസ്കുലർ ഡിസ്ട്രോഫി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് SMA ഉള്ളവരുണ്ട്, അല്ലെ ഏതൊക്കെ കാറ്റഗറി എന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെ ബേസ് ചെയ്ത് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. MD എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ജെനറ്റിക് ഇഷ്യൂ ആണ്. മെയിനായിട്ട് പല കൈൻഡ് ഓഫ്, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് MD ഉണ്ട്. അതിൽ തന്നെ അതിന്റെ വേരിയേഷൻസ്, സിവിയറിറ്റി, സിംറ്റംസ് ഒക്കെ ഡിഫറെന്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് ഇത് X ക്രോമസോമിലുള്ള ഡിസ്ട്രോഫിൻ എന്ന ജീനിന്റെ മാറ്റം മൂലമാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ഈ ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ ശരീരത്തിൽ ഇല്ലാതാകുന്നതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. MDയിൽ ഡിസ്ട്രോഫിൻ എന്ന പ്രോട്ടീൻ ഇല്ലാതാവുന്നതാണ് മെയിൻ ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം. ആക്ച്വലി നമുക്കറിയാവുന്ന പോലെ മെഡിക്കൽ സയൻസിൽ ഒരു പ്രോപ്പറായിട്ടൊരു ക്യൂർ ഇതുവരെ ഈ വിഷയത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ചില മെഡിസിൻസ് ഒക്കെ ഇപ്പം അവിടെ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ കൺട്രിയിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ ഇനി ഫ്യൂച്ചറിൽ ഇതിനൊക്കെ പ്രോപ്പറായിട്ട് ക്യൂർ ആകാൻ വേണ്ടിയുള്ള ഒരു മെഡിസിൻ ഉണ്ടാകുമെന്ന് നിങ്ങളെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് തിങ് നമ്മൾ ചിന്തിക്കേണ്ടത് മെയിനായിട്ട് ഇപ്പോഴുള്ള ചികിത്സാ രീതി അനുസരിച്ച് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഒരു നല്ല പെർസെന്റ് MD പേഷ്യൻസും കോർട്ടിക്കോസ്റ്റിറോയിഡ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ കൈകാലുകളുടെ ചലനത്തെ നമുക്ക് ഒരു പരിധി വരെ നിലനിർത്താൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് നമ്മൾ പറയുമ്പോഴും പക്ഷെ അതിൻ്റെ അകത്തുള്ള സൈഡ് എഫക്ട്സുകൾ വളരെ വളരെ വലുതാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മളുടെ വളർച്ചയെ ബാധിക്കാം, വെയിറ്റ് വേരിയേഷൻസിനെ ബാധിക്കാം, അല്ലെങ്കിൽ ഷുഗർ ലെവല് ഇംബാലൻസ് ഉണ്ടാവാനായിട്ട് ഇടയാക്കുന്നു. ലൈക്ക് അസ്ഥികളിൽ ഉണ്ടാകുന്ന ക്ഷയങ്ങൾ ഉണ്ടാക്കാൻ, ഇതിനൊക്കെ ഇതിന്റെ സൈഡ് എഫക്ട്സ് വളരെ വളരെ വലുതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ തെറാപ്പി, ലൈക്ക് അത് എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിന് പരിമിതികളുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ലൈക്ക് ന്യൂട്രീഷൻ തെറാപ്പി മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ലൈക്ക് ഫിസിയോ മറ്റ് തെറാപ്പീസും കൂടെ വരുമ്പോൾ, കാരണം സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ജീവിത നിലവാരത്തെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ആക്ച്വലി എനിക്കറിയില്ല നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൈക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു
അങ്ങനെ ഒരു പോസിബിലിറ്റി ഇപ്പം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല അമിനോ ആസിഡ്സുകൾ കൂടിയുള്ള ലൈക്ക് ചെയിൻ ഓഫ് ഇത് അതുകൊണ്ടുള്ള ന്യൂട്രീഷൻ ട്രീറ്റ്മെന്റിന്റെ ഒരു സാധ്യതകളൊക്കെ ഇപ്പം ലൈക്ക് പ്രോപ്പറായിട്ടൊരു ഇതില്ലെങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം ഫ്യൂച്ചറിൽ അങ്ങനെയൊക്കെയുള്ള റിസർച്ചുകൾ കൂടുതലായിട്ട് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ MDയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് പറയുകയാണെങ്കിൽ ലൈക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഡിഫറെന്റ് ലെയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് നമുക്ക് സെല്ലുലർ ലെവലിൽ ചിന്തിക്കാം, പിന്നെ ടിഷ്യൂ ലെവല്, പിന്നെ അല്ലെ ഓർഗൻസിനെ ബാധിക്കുന്ന ലെവലുകള്, അല്ലെങ്കിൽ ക്ലിനിക്കലി ഉള്ള ലെവലുകള്. അപ്പം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ടിഷ്യൂ ലെവലില് അല്ലെ ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആദ്യം പറഞ്ഞ പോലെ കോർട്ടിസോൺ എന്ന പ്രോട്ടീനില് ശരീരത്തിൽ ഇല്ലാതിരിക്കുകയും അതുമൂലം നമ്മുടെ കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു ലെവല്. പിന്നെ ടിഷ്യൂ ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മസിൽസിന്റെ അകത്ത് ഫാറ്റ് ഡിപ്പോസിറ്റ് ആവാനും അത് പിന്നീട് നമ്മുടെ ടിഷ്യൂസിനെ ബാധിക്കാനും ഉള്ള ഒരു പോസിബിലിറ്റി. പിന്നെ ഓർഗൻ ലൈക്ക് സിസ്റ്റം, നമ്മളുടെ ശരീരത്തിലെ ഓർഗൻ സിസ്റ്റംസ് എല്ലാം തന്നെ സംടൈംസ് ഇൻവോൾവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മുടെ മസിൽ ആയിക്കോട്ടെ, നെർവ് സിസ്റ്റം ആയിക്കോട്ടെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിക്കോട്ടെ, ഇമ്മ്യൂൺ സിസ്റ്റം ആയിക്കോട്ടെ, ലൈക്ക് കാർഡിയോ റെസ്പിറേറ്ററി എല്ലാ സിസ്റ്റത്തിലും ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ ചിലപ്പം സിവിയറിറ്റി കുറഞ്ഞും കൂടിയൊക്കെ ബാധിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ക്ലിനിക്കൽ ലെയറിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പറയേണ്ടി വരും ഇതൊരു പ്രോഗ്രസീവ് ഡിസീസിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ലൈക്ക് മസിൽ വീക്ക്നെസ്, അല്ലെ നമ്മുടെ പോസ്റ്ററിലുള്ള വ്യത്യാസങ്ങള്, വളഞ്ഞ പോസ്റ്റർ, അല്ലെങ്കിൽ നമ്മളുടെ വോക്കിങ്ങിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് അല്ലെങ്കിൽ മസിൽസിന് ബോൺസിനൊക്കെ ഉണ്ടാകുന്ന പരിക്കുകൾ, ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ SMA പറ്റി ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. SMA എന്ന് വെച്ചാൽ ഒരു ഡീജനറേറ്റീവ് ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ലൈക്ക് ഓഫ് കോഴ്സ് ഒരു ജനറ്റിക് തന്നെയാണ് ഇതും. അത് മെയിനായിട്ട് നമ്മുടെ സ്പൈനൽ കോഡിലുള്ള ആൽഫ മോട്ടോർ ന്യൂറോൺ എഫക്റ്റിനെയാണ് മെയിൻ ആയിട്ട് ഇത് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പൈനൽ കോഡിലുള്ള മസിൽസിന്റെ സപ്ലൈസിനെ അത് വീക്ക് ആക്കുകയും അത് ചുരുങ്ങാനും ഇടയാക്കുന്നു. അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടൊരു പ്രശ്നം. പിന്നെ ഇതിനെ നമുക്ക് 0 to 4 ടൈപ്സ് കാറ്റഗറിയിലാണ് പെടുത്താവുന്നത്. സ്വാഭാവികമായിട്ട് 0 to 1 കാറ്റഗറി എന്ന് പറയുന്നത് വളരെ വളരെ ഏർലി സ്റ്റേജിൽ, അതായത് കുട്ടികൾക്ക് 6 monthsന് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്നു. പിന്നെ സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 ആണ്. അതാണ് നമ്മൾ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ ഈ SMA ഉള്ളവരിൽ എനിക്ക് തോന്നുന്നു ഒരു 75% എങ്കിലും ടൈപ്പ് 2 ആവാനുള്ള കോമൺ ആയിട്ട് അതാണ് കാണുന്നത്. സോ അത് ഈ പറയുന്ന പോലെ ലൈക്ക് 1 year to 2 years ബിറ്റ്വീൻ നമുക്ക് ആ സിംറ്റംസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 3ഉം ടൈപ്പ് 4ഉം ആണ്. അത് ഈ മറ്റ് ടൈപ്സിനെ അപേക്ഷിച്ച് പൊതുവെ ലൈക്ക് സിവിയറിറ്റി കുറഞ്ഞ അല്ലെ മൈൽഡായിട്ട് കാണപ്പെടുന്നത് സെക്കൻഡിനെയൊക്കെ അപേക്ഷിച്ച് സിവിയറിറ്റി ഇതിന് കുറച്ച് കുറവായിട്ടാണ് നമുക്ക് കാണുന്നത്. അതും ഈ പറയുന്ന പോലെ ഏജ് എന്ന് വെച്ചാൽ 1നും 2നും 1.5 years ഒക്കെയാണ് ഇതിന്റെ സിംറ്റംസ് കൂടുതലായിട്ട്. എനിക്ക് അറിയണമെന്ന് ആഗ്രഹം, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ആരൊക്കെയാണ് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇതിലൂടെ പോകുന്നതെന്നൊക്കെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറെ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് അത് പോസിബിൾ അല്ലല്ലോ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷൻ, അത് സാധാരണ ആൾക്കാരാണേലും നമുക്ക് ജനറ്റിക് ഇഷ്യൂ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിലും ന്യൂട്രീഷന്റെ ഇമ്പോർട്ടന്റ് വളരെ വലുതാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഗ്രോത്ത്, ഇമ്മ്യൂൺ സിസ്റ്റം, ലൈക്ക് ബോഡിയുടെ കാര്യക്ഷമത, ഇതിനെല്ലാം തന്നെ ന്യൂട്രീഷൻ ഒരു വളരെ വളരെ ഒരു പ്രാധാന്യമുണ്ട്. അതിപ്പം സാധാരണ ആൾക്കാരിലാണെങ്കിലും
നമ്മളിലാണെങ്കിലും ഈ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഈ ന്യൂട്രീഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്ക് MD ആൻഡ് SMA ഉള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ഇമ്പോർട്ടന്റ് ഓഫ് ന്യൂട്രീഷനെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സാധാരണ ആൾക്കാരെ പോലെയോ അല്ലെങ്കിൽ ഒരു പടി മുമ്പിലോ അതിന് നമ്മൾ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുത്തേ മതിയാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കൊരു ലോങ് ടേമില് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഈവൻ നമ്മുടെ മൊബിലിറ്റിയെ പോലും അത് ഒരു പരിധി വരെ മെച്ചപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മളുടെ ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഈ ചികിത്സ, അതായത് ഈ ഒരു അവസ്ഥയിലുള്ള ചികിത്സ കൊണ്ട് നമ്മൾ എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഓഫ് കോഴ്സ് അതിന്റെ കൂടെ തന്നെ നമ്മളുടെ മൊബിലിറ്റിക്ക് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും മെയിൻ കൺസേൺ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഇത് നിങ്ങൾ പറയുന്ന കാര്യം ആ മൊബിലിറ്റിയിലുള്ള ഇമ്പോർട്ടൻസ് തന്നെയാണ്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മൊബിലിറ്റിയിൽ നമുക്ക് എങ്ങനെ ഈ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ഒരു ബെറ്റർ സിറ്റുവേഷനിൽ ആക്കാമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കൺസേൺ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഉള്ള ഡേറ്റാസും സ്റ്റഡീസും ഒക്കെ ഈ വിഷയത്തിൽ വളരെ പരിമിതമാണ്. കാരണം മറ്റ് അസുഖങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ നമ്മൾ സർപ്രൈസ് ആവുന്ന രീതിയിൽ ഇതിലൊക്കെ സ്റ്റഡീസ് ഒക്കെ വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ. ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു. എങ്കിലും ഉള്ള ഡേറ്റാസ്, ഉള്ള റിസർച്ചുകൾ, ഉള്ള ട്രയൽസുകൾ എല്ലാം വിരൽ ചൂണ്ടുന്നത് തീർച്ചയായിട്ടും ഈ കൈൻഡ് ഓഫ് MD ആയാലും SMA ആയാലും നമ്മളിൽ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടന്റ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് ആണ്. പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ അല്ലെ ന്യൂട്രീഷൻ പ്ലാൻ മാത്രമേ നമുക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പം നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ന്യൂട്രീഷൻ തെറാപ്പിയെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എന്താണേലും ബേസിക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി നമ്മളുടെ ആ ഒരു കാൽക്കുലേഷൻ ആദ്യം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എനർജി, വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂട്രിയൻസ് ആണ്. ആ ന്യൂട്രിയൻസിനെ തന്നെ ബേസിക് ആയിട്ട് രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്. ക്ലാസിഫിക്കേഷൻസ് രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ്, രണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒത്തിരി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാതെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അതിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മൈക്രോ ന്യൂട്രിയൻസിനെക്കാട്ടിൽ കൂടുതൽ വേണ്ടത് മാക്രോ ന്യൂട്രിയൻസ് ആണ്. അതിനെ നമ്മൾ 4 മാക്രോ ന്യൂട്രിയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്സ് നമ്മളെ മെയിൻ സോഴ്സ് ഓഫ് നമ്മുടെ എനർജിക്ക് അത്യാവശ്യമുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസിൽസ്, ടിഷ്യൂസ് അത് ബിൽഡ് ചെയ്യുക അല്ലെ റിപ്പയർ ചെയ്യുക, ഇതിനെല്ലാം തന്നെ നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ ഹോർമോൺ ബാലൻസിന് ഇതിനെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രോട്ടീൻ ആണ്. പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് എനർജി തരുന്നു. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലേക്കുള്ള നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫാറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ എത്തുന്ന വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യുന്നതും ഈ ഫാറ്റ് ആണ്. പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് വാട്ടർ ആണ്. ആക്ച്വലി വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിനും ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ബോഡിയിൽ എത്തുന്ന ന്യൂട്രിയൻസിനെ ലൈക്ക് ബോഡിയിൽ ക്യാരി ചെയ്യുന്നതിന് ഈ വാട്ടറിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഉള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മാക്രോ ന്യൂട്രിയൻസ് എപ്പോഴും അതിന്റെ റിക്വയർമെന്റ്സ് വൈറ്റമിൻസ്, മിനറൽസിനെക്കാട്ടിൽ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം അതിൽ തന്നെ ചില മാക്രോ ന്യൂട്രിയൻസ് നീഡ്സ് ടു ഗോ ലിറ്റിൽ അപ്പ് എന്ന് വെച്ചാൽ ഇച്ചിരി കൂടിയിരിക്കണം. ചില മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും.
പ്രത്യേകിച്ച് പ്രോട്ടീൻ പോലെയുള്ള മാക്രോ ന്യൂട്രിയൻസിന്റെ ഒരു കൺസ്യൂം ചെയ്യുന്നത് കുറച്ച് ക്രൂഷ്യലാണ്. അതുപോലെ തന്നെ കുറച്ച് ട്രിക്കിയാണ്. ട്രിക്കിയാണെന്ന് പറയാൻ കാര്യം, നമുക്ക് കാർബ്സ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല, അമിനോ ആസിഡ്സ് സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. സോ എന്ത് ചെയ്യണം? നമുക്ക് എത്ര റിക്വയർമെന്റ്സ് പെർ ഡേ ഉണ്ടോ അത് നമ്മൾ ഡെയിലി മീറ്റ് ചെയ്യണം. അതാണ് ഞാൻ ഈ ക്രൂഷ്യൽ ആണെന്ന് പറയാനുള്ള കാര്യം. ബോഡിയിൽ സ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഡെയിലി സപ്പോസ് ഒരു നോർമൽ പേഴ്സണ് ലൈക്ക് ഒരു 0.8 to ഒരു 1 gram പ്രോട്ടീൻ പെർ ഡേ, അതായത് ഒരു നോർമൽ ഇൻഡിവിജ്വലിന് ലൈക്ക് ഒരു അഡൽട്ടിന് 0.8 to 1 gram പ്രോട്ടീൻ, വലിയ വർക്ക്ഔട്ട്സ് ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് അത്രയും മതിയാവും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ കുറച്ച് അത് കൂടുതലായിട്ട് വേണം. ലൈക്ക് 1.2നും 1.8നും ഇടയ്ക്ക്, അതായത് പെർ kg ആണ്. 1.2 gram to 1.8, നമുക്ക് ഒരു 1.5 എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മിനിമം 1.5 gram പെർ kg. അപ്പം ഞാൻ അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ സപ്പോസ് 40 kg വെയിറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഈ 40 into 1.5 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. അപ്പം ഒരു 60 grams ഓഫ് പ്രോട്ടീൻ ആണ് ഒരു 40 kg വെയിറ്റ് ഉള്ള ഒരാളുടെ, അതായത് നിങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ. നോർമൽ ആകുമ്പോൾ കുറച്ചുകൂടെ സ്ലൈറ്റ്ലി താഴെ നിൽക്കത്തേ ഉള്ളൂ, 1 ഒക്കെ മാക്സിമം 1 ഒക്കെ മതി നോർമൽ ഒരു ഇൻഡിവിജ്വലിന്. പക്ഷെ നിങ്ങൾക്ക് ഒരു സ്ലൈറ്റ്ലി കൂടുതൽ വേണം, ഒരു 1.2നും 1.5 എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഒരു 60 grams ഓഫ് പ്രോട്ടീന് പെർ ഡേ നിങ്ങൾക്ക് വേണം. ആക്ച്വലി നിങ്ങളുടെ ഒരു മെയിൻ കൺസേൺ ആയിരിക്കും, അപ്പൊ നമ്മൾ ഈ 60 gram അല്ലെ 40 വെയിറ്റ് ഉള്ള ഒരാളിനാ, അപ്പൊ അത് 50 ആകാം, 60 ആകാം, 70 ആകാം. അപ്പം ഇത്രയും പ്രോട്ടീൻ 1.5 പെർ kg നമുക്ക് മീറ്റ് ചെയ്യുന്നത് പോസിബിൾ ആണോ എന്നുള്ള നിങ്ങളുടെ ഒരു മെയിൻ കൺസേൺ ആയിരിക്കും. ഓഫ് കോഴ്സ് ആസ് എ ഡയറ്റീഷ്യൻ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സ് അതിലൂടെ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ലൈക്ക് നമ്മൾ ഫുഡ് എടുക്കുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് ച്യൂ ചെയ്യാനുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഒരു സർജറി, അല്ലെങ്കിൽ ഇൽനെസ് കൂടിയ അവസ്ഥ, ലൈക്ക് അങ്ങനെയുള്ള ഡിഫറെന്റ് കണ്ടീഷൻസിൽ ഓഫ് കോഴ്സ് ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സപ്ലിമെന്റ് എടുക്കാം എന്നുള്ളതല്ലാതെ ആസ് എ ഡയറ്റീഷ്യൻ ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് എക്സ്ട്രാ, അതായത് നോർമൽ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ലെ നോർമലായിട്ട് ഒരു ഫുഡ് കഴിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ നമുക്ക് പറയാനുള്ളത് എനർജി ബാലൻസിനെ പറ്റിയാണ്. എനർജി ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എനർജി ബാലൻസ്? അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മൾ ഞങ്ങൾ ഡയറ്റീഷ്യന്മാരുടെ ഇടയിൽ പറയുന്ന ഒരു മെയിനായിട്ട് നമ്മൾ സംസാരിക്കും പറയുന്നത് എനർജി ഇൻ വേഴ്സസ് എനർജി ഔട്ട്. അതായത് നമ്മൾ എന്ത് കഴിക്കുന്നോ, നമ്മൾ എത്ര എനർജി കഴിച്ച ഫുഡ് എത്രത്തോളം നമ്മൾ എനർജി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് എനർജി ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ എനർജി ബാലൻസ് നമ്മൾ എപ്പോഴും നമ്മൾ ന്യൂട്രലൈസ്ഡ് ആയിരിക്കണം. അതായത് കഴിക്കുന്ന എനർജിയും സ്പെൻഡ് ചെയ്യുന്ന എനർജിയും ഓൾമോസ്റ്റ് ഈക്വൽ ആയെങ്കിൽ മാത്രമേ നമ്മളുടെ ബോഡി വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം മെയിനായിട്ട് എനർജി ബാലൻസ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ന്യൂട്രൽ എനർജി ബാലൻസ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്നതും ബേൺ ചെയ്യുന്നതും ഓൾമോസ്റ്റ് സെയിം കാലറീസ് ആണെങ്കിൽ അതിനെ ന്യൂട്രൽ എനർജി ബാലൻസ് എന്ന് പറയും. രണ്ടാമത്തേത് പോസിറ്റീവ് എനർജി ബാലൻസ്. അതായത് നമ്മൾ കൂടുതൽ കാലറി കഴിക്കുകയും കുറച്ച് കാലറി നമ്മൾ ബേൺ ചെയ്ത് കളയുകയും ചെയ്യുന്നതിനാണ് പോസിറ്റീവ് എനർജി ബാലൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി പോസിറ്റീവ് എന്ന് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണ്, ഒരിക്കലും അല്ല. ബിക്കോസ് നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുകയും കുറച്ച് നമ്മൾ കാലറി ബേൺ ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് കുറച്ച് കുറവാണ്, മൊബിലിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് നമുക്ക് നല്ലതാണോ? അല്ല.
ബിക്കോസ് അത് നമുക്ക് ഫ്യൂച്ചറിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാനായിട്ട് ഇടയാക്കി തീർക്കും. സോ പിന്നെ ഉള്ളത് നെഗറ്റീവ് എനർജി ബാലൻസ് ആണ്. അത് നമ്മൾ ആഹാരം കഴിക്കുന്നത് കുറച്ചായിരിക്കും, പക്ഷെ നമ്മൾ കൂടുതൽ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. സോ അപ്പൊ അത് ലൈക്ക് നമുക്ക് അണ്ടർ വെയിറ്റ് ഉണ്ടാക്കാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പറയാം, നമുക്ക് തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. പ്രോട്ടീൻ ഇൻടേക്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി, എന്തൊക്കെയാണ് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ്, നമുക്ക് തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. പ്രോട്ടീൻ ഒരാൾ ചോദിച്ചു നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു അഡിക്കേറ്റ് എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റ് കഴിക്കണം. മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് പ്രോട്ടീൻ റിച്ച് എന്ന് പറയാൻ പറ്റുന്നത് ലൈക്ക് എഗ്സ്, മിൽക്ക്, കേർഡ്, ഫിഷ്, മോഡറേറ്റ് അളവിലുള്ള മീറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ നട്ട്സ്, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ പയറുവർഗ്ഗങ്ങള്, ഇതെല്ലാം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ്. നമ്മൾ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ റിക്വയർമെന്റ്സ് എത്ര ആണെന്നുള്ളത് നമുക്കൊരു ബോധ്യം വേണം. അല്ല നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രോട്ടീൻ എക്സസ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ചെല്ലാനും പാടില്ല. കറക്റ്റ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് ബാലൻസ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ എല്ലാ ഫാക്ടറും കൂടെ ചേർന്ന് അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഈ പറയും പോലെ എന്താ പറയുന്നത്, ലൈക്ക് പ്രോട്ടീനെ തന്നെ നമുക്ക് പല കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ആനിമൽ സോഴ്സിൽ നിന്നുള്ള പ്രോട്ടീൻസ്, അതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ എഗ്, ചിക്കൻ, ഫിഷ്, മിൽക്ക് ഐറ്റംസ്, ഡയറി പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ പനീർ, കേർഡ്, ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ്, ഇപ്പം ആരും വെജിറ്റേറിയൻ ഉണ്ടെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പയറ്, പരിപ്പ് വർഗ്ഗങ്ങള്, ഈ പറയുന്ന പോലെ പല കൈൻഡ് ഓഫ് ഡാൽസ്, അല്ലെങ്കിൽ സോയ മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന ടോഫു എന്നൊരു ഐറ്റം കേട്ടിട്ടുണ്ടോ? അതൊക്കെ എന്ന് വെച്ചാൽ നല്ല പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള നല്ല ഒരു ഓപ്ഷൻ ആണ് നമുക്ക്. പിന്നെ പീനട്ട് ബട്ടർ, ഈ പറയുന്ന പോലെ നട്ട്സ്, ഇതെല്ലാം തന്നെ നമുക്ക് ലൈക്ക് റിച്ച് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് ആണ്. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഇതെല്ലാം ഒരു കാൽക്കുലേഷനിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് നമുക്കിപ്പോ ഒത്തിരി അവൈലബിൾ ലൈക്ക് എന്താ പറയുന്നത്, നമുക്ക് ഒരുപാട് ഗൂഗിൾ സെർച്ച് ചെയ്താലാണേലും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. എത്ര പ്രോട്ടീൻ ഓരോ ഫുഡ് ഐറ്റംസിലും, ലൈക്ക് എത്ര ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ, ലൈക്ക് നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ലൈക്ക് ഒരു മീഡിയം ടൈപ്പ് ഓഫ് എഗ് നമുക്ക് എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര കാലറി ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഭയങ്കര സിമ്പിളാ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ ജസ്റ്റ് ബുക്സിനകത്തുള്ളത് മാത്രം അത് വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുകയും അല്ലെ പേഷ്യന്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് അതിന്റെ ബേസിലാണ് ഓരോന്നും നമ്മൾ നോക്കി ലൈക്ക് റിട്ടേൺ എഴുതണമായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഒരു കൈൻഡ് ഓഫ് മീഡിയം ടൈപ്പ് ഒരു എഗ് എടുത്താൽ, ഞാനൊരു കുറച്ച് എക്സാമ്പിൾസ് പറയുവാണേ, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 grams പ്രോട്ടീൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഒരു മീഡിയം ടൈപ്പ് ഓഫ് എഗ്. ഓക്കെ, 5 grams ഒരു എഗ്ഗിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു 50 grams എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു എമൗണ്ട് ക്വാണ്ടിറ്റി ആണ്. ആ 50 grams ഓഫ് പനീർ, നമ്മൾ പറഞ്ഞു മിൽക്കിൽ പനീറിനെ പറ്റി നമ്മൾ പറഞ്ഞു ഹൈ റിച്ച് പ്രോട്ടീൻ ആണെന്ന്. അപ്പൊ 50 grams ഓഫ് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് 9 to 10 grams ഓഫ് പ്രോട്ടീൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. 50 grams, ചിലപ്പോൾ നമ്മൾ 50 grams കൂടുതലായിരിക്കും മേ ബി എടുക്കുന്നത്. 50 grams ചെറിയൊരു പോർഷൻ ആണ്. അതുപോലെ തന്നെ നട്ട്സ്, ഒരു ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് എപ്പോഴെങ്കിലും ഒരു നേരം നമ്മൾ കഴിച്ചാല്, ലൈക്ക് ഒരു 4 almonds എന്ന് പറയുന്നത് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 4 almondsൽ നിന്ന് നമുക്ക് ഒരു 1.2 1.3 വരെയൊക്കെ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ നമുക്ക് 4 almondsൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു വാൾനട്ട്, ഒരു 3 വാൾനട്ട് നമുക്ക് കഴിക്കാമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.3 1.4 grams ഓഫ് പ്രോട്ടീൻ only 3 walnuts നമുക്ക് കിട്ടും. പിന്നെ ലൈക്ക്
നോൺ വെജിന്റെ കാര്യം, നമുക്ക് ഫിഷിന്റെ കാര്യം പറഞ്ഞാൽ 50 grams എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. നമ്മൾ സാധാരണ കുറച്ചുകൂടെ കഴിക്കുന്ന ആയിരിക്കാം, നിങ്ങളുടെ ആ ഒരു ഫുഡ് പാറ്റേൺ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ക്വാണ്ടിറ്റിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇത് പറയുന്നത് 50 grams. ഒരു 50 grams ഫിഷ് നമ്മൾ ഒരു നേരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 12 to 13 grams ഓഫ് പ്രോട്ടീൻ ആ 50 grams ഫിഷിന് കിട്ടും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഈസിയാണ് നമുക്ക് ഈ പ്രോട്ടീൻ ഈ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ, നമ്മുടെ ഫുഡിൽ നിന്ന് മീറ്റ് ചെയ്യാൻ. അത് ഇപ്പം ആഹാരം നോർമലായിട്ട് കഴിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ലൈക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്, അല്ലെങ്കിൽ കുറവ് ആപ്പിറ്റേറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ സോളോ ചെയ്യാനോ ചൂ ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ലൈക്ക് അതൊക്കെ ഓഫ് കോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് പറയുമ്പോൾ ഒരു നോർമൽ ഒരു വ്യക്തിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഒരു 50 grams ഓഫ് ചിക്കൻ നമ്മൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 14 to 50 grams ഓഫ് പ്രോട്ടീൻ 50 grams നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. സോറി. പിന്നെ അതുപോലെ ഡാല് ഒരു 50 grams ഡാൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തും കാണും 10 to 11 grams ഓഫ് പ്രോട്ടീൻ അതിൻ്റെ അകത്തും കാണും. പിന്നെ ഞാൻ പറഞ്ഞു സോയാ ബേസ്ഡ് ആയിട്ടുള്ള പനീർ പോലെയുള്ള സോയാ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ ടോഫു എന്ന് പറയുന്നത്. അപ്പം അതും ഓൾമോസ്റ്റ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. ഒരു 50 grams നിന്നൊക്കെ ഒരു 4 grams പ്രോട്ടീനോളം നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ഇങ്ങനെ നമുക്കത് സമയമുള്ളപ്പം ജസ്റ്റ് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓരോന്നും സെർച്ച് ചെയ്തിട്ട് ഇതിൽ എത്ര കാലറി ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കണം. അല്ലാതെ നമ്മളൊരു ഒരു ഇൻഡിവിജ്വൽ ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കി തരാൻ പറ്റുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് ആ ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യാന്നല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ കാൽക്കുലേഷനോ അല്ലെ എത്ര പ്രോട്ടീൻ വേണം ഓക്കെ അവർ പറയുന്നത് ഫോളോ ചെയ്യാന്നുള്ളൂ. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകാമെങ്കിൽ അത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ഡയറ്റ് ചാർട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. പ്രോട്ടീന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ ലൈക്ക് ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കൺസൾട്ടേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അനാബോളിക് വിൻഡോ എന്ന് പറയുന്ന ഒരു സംഭവം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാല് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങള് MD അല്ലെങ്കിൽ SMA പേഷ്യൻസിന് ലൈക്ക് നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാരും നിങ്ങൾ എന്തെങ്കിലും ഒക്കെ തെറാപ്പീസ് ചെയ്യുന്നുണ്ടാവും. ഫിസിയോ ആയിരിക്കാം, അല്ലെ എന്തെങ്കിലും ഒരു ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് അനാബോളിക് വിൻഡോ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതാണ്, എനിക്ക് തോന്നുന്നത് ആ ഒരു വേർഡ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് അനാബോളിക് വിൻഡോ എന്നുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആകാൻ സാധ്യതയുണ്ടെന്ന് മീൻസ് ഒരു റിസർച്ചിന്റെ ഇതിലൊന്നും അല്ല പറയുന്നത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും ഒന്നുകിൽ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് തെറാപ്പീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ലൈക്ക് മൊബിലിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും. അപ്പം അതിനുശേഷം ആ ഒരു ഫിസിയോ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 30 മിനിറ്റ്സിനും ഒരു 45 മിനിറ്റ്സിനും ഇടയ്ക്ക് നമ്മൾ ഒരു ചെറിയ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ സപ്ലിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഉപകാരപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ പക്ഷെ അത് കൂടാൻ പാടില്ല. നമ്മുടെ ഡെയിലി റിക്വയർമെന്റ്സിന്റെ അകത്ത് നിന്ന് ഒരു 10 grams പ്രോട്ടീന് നമ്മളുടെ ഈ ഫിസിയോയ്ക്ക് ശേഷം ഒരു 30 to 45 മിനിറ്റ് അതിനെ ആ വിൻഡോ ഫ്രെയിമിനെയാണ്, അതായത് ആ ടൈമിനെയാണ് നമ്മൾ അനാബോളിക് വിൻഡോ എന്ന് പറയുന്നത്. ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ അധികം വേണ്ട ഒരു 10 grams അല്ലെങ്കിൽ 15 grams പ്രോട്ടീൻ നിങ്ങളുടെ വിതിൻ ലിമിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പം 40 kg ഉള്ള ഒരാൾക്ക് 60 grams ഓഫ് പ്രോട്ടീൻ മതി പെർ ഡേ. അപ്പൊ അത് എക്സസ് ആയി പോകാൻ പാടില്ല. അതും വിതിൻ ലിമിറ്റ്സിൽ നിന്നുകൊണ്ട് ആ ഒരു 10 to 15 grams നിങ്ങൾക്ക് ഇതിന് ശേഷം, അതായത് ഫിസിയോയോ ഫിസിക്കൽ ആക്ടിവിറ്റിയോ കഴിഞ്ഞതിന് ശേഷം 30 to 45 മിനിറ്റ്സിനിടയ്ക്ക് നിങ്ങൾ ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് കൊടുക്കാമെങ്കിൽ ലൈക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒരു ഗുണം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്.
കാരണം എക്സ്ട്രാ ഒരു സപ്ലിമെന്റോ അല്ലെങ്കിൽ എക്സ്ട്രാ പ്രോട്ടീൻ സപ്ലിമെന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീനിന്റെ ഒരു ചെറിയ ഭാഗം ഈ 30 to 45 മിനിറ്റ്സിന് ഇടയ്ക്ക് 10 ഗ്രാംസ് മതി. 10 ഗ്രാംസ് ലൈക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ ലൈക്ക് ഒരു ബോയിൽഡ് എഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കൈൻഡ് ഓഫ് സ്മൂത്തി പോലെ എന്തെങ്കിലും നട്ട്സ് ഇട്ടിട്ടോ, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഇട്ടിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു 10 ഗ്രാംസ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ഉള്ളത്, അത് അവൈലബിൾ അല്ലാത്ത ഒരു കാര്യങ്ങളിനകത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്താണോ വീട്ടിൽ അവൈലബിൾ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു സജഷനാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈക്രോ സ്റ്റിമുലേഷൻ മസിൽസിനുണ്ടാവുന്നു, അല്ലെ മസിൽസിന് റിപ്പയർ അല്ലെങ്കിൽ മസിൽസിന്റെ ആ ഒരു വീക്ക്നെസ് കൂടാനൊരു പോസിബിലിറ്റി ഉണ്ട് ഫിസിയോ പോലുള്ള ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം. അപ്പം നമുക്ക് ആ ഒരു ഇതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ അനാബോളിക് വിൻഡോ എന്നുള്ള ഒരു സജഷന് നിങ്ങൾക്ക് പറയുന്നത്. എനർജി ബാലൻസിനെ പറ്റി ഓഫ് കോഴ്സ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് എനർജി ബാലൻസ് ഉണ്ട്. പിന്നെ ഈ കാൽക്കുലേഷനെ പറ്റി ഞാൻ ബേസിക് ആയിട്ട് ഒന്ന് പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് അത് നല്ല ഗുണം ചെയ്യും. നിങ്ങൾക്ക് തന്നെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര കാലറി വേണം, എത്ര പ്രോട്ടീൻ വേണം, മിനിമം കാര്യങ്ങളെ പറ്റി നിങ്ങളൊന്ന് അവെയർ ആവും. അതായത് നമ്മൾ ഒരാളുടെ കാലറി നിശ്ചയിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കുറേയേറെ ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ്. എസ്പെഷ്യലി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു കൺസൾട്ടേഷൻ എൻ്റെ അടുത്ത് വരുമ്പം ഞാൻ ആദ്യം അവരുടെ ഫുഡ് പാറ്റേൺ എന്താണ്, അവരെന്താണ് പൊതുവെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ പാരമ്പര്യമായിട്ട് നമ്മൾ പിന്തുടരുന്ന ചില ഫുഡ് പാറ്റേൺസ് ഉണ്ട്, അതെന്താണ്, അല്ലെ നമുക്ക് ചില ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ട്. ചില ഫുഡുകൾ ചിലർക്ക് ഇഷ്ടമായിരിക്കത്തില്ല, ചിലത് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ചില ലൈക്ക് അലർജീസ് കാണാം ചില ഫുഡില്. അപ്പൊ അവരെന്താണ് കഴിക്കുന്നത് അത് അറിഞ്ഞതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ജെൻഡർ, ഏജ്, ഹൈറ്റ്, വെയിറ്റ്, നമ്മളുടെ കറന്റ് മെഡിക്കൽ സിറ്റുവേഷൻ, പിന്നെ ട്രീറ്റ്മെന്റ്സുകൾ, ഇതെല്ലാം കൂടെ നമ്മൾ ഇത് കൺസിഡർ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഡെയിലി നമുക്ക് എത്ര എനർജി വേണമെന്ന് കണ്ടെത്തണം. അതിന് നമ്മൾ പറയുന്നത് ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ പറയുന്നത് TDEE, ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ. അതായത് നമ്മുടെ ബോഡിക്ക് എത്ര എനർജി ഒരു ദിവസം വേണം എന്നുള്ളതാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ, പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, നോ പ്രോബ്ലം. പക്ഷെ ഒന്ന് എഴുതി വെക്കാൻ നിങ്ങളുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഈ TD നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BMR ഇൻറ്റു ഫിസിക്കൽ ആക്ടിവിറ്റി. അങ്ങനെയാണ് ഒരു നോർമൽ ഒരാളിന്റെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ നമ്മൾ കണ്ടുപിടിക്കുന്നത് BMR ഇൻറ്റു ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പൊ എന്താണ് BMR? ബേസൽ മെറ്റബോളിക് റേറ്റിനെയാണ് BMR എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മളുടെ ബോഡി എനർജി യൂസ് ചെയ്യുന്നുണ്ട് പല കാര്യം. ചിലപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യാനായിരിക്കും, നമ്മുടെ ബ്രെയിൻ ആയിരിക്കും, അങ്ങനെ ഓരോ ഫങ്ഷൻസിന് വേണ്ടി, അല്ലെ ഡൈജസ്റ്റീവ് ഇതിനു വേണ്ടിയായിരിക്കും. നമ്മൾ റെസ്റ്റിംഗ് മോഡിലാകുമ്പോഴും നമ്മളുടെ ശരീരം എനർജി യൂസ് ചെയ്യുന്നതിനെയാണ് BMR എന്ന് പറയുന്നത്. അപ്പൊ BMR ഇൻറ്റു ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ എത്ര എനർജി, അതും നമ്മുടെ ഈ കാൽക്കുലേഷനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഏജ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ വെച്ചാണ് നമ്മൾ ഈ ഡെയിലി ആക്ടിവിറ്റി അല്ലെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. സാധാരണ ആൾക്കാരുടെ BMR-നെക്കാട്ടിലും നിങ്ങളുടെ ഒരു സ്ലൈറ്റ്ലി എപ്പോഴും കുറവായിരിക്കും. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആ ഒരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യണം. സെയിം വേ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും കുറവാണ്. കാരണം മൊബിലിറ്റിയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലുള്ള കുറവ് കൊണ്ട് തന്നെ നോർമൽ ആൾക്കാരുടെ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെതായ ലൈക്ക് കുറവ് വരുത്തിക്കൊണ്ട് വേണം നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യാൻ. BMR ഇൻറ്റു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് ശരിക്കും നമുക്ക് ഒരു ദിവസം എത്ര എനർജി നമ്മുടെ ശരീരത്തിൽ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആ കാൽക്കുലേഷൻ ആണ് എല്ലാത്തിൻ്റെയും ബേസ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ഈ ഫാക്ടേഴ്സ് എല്ലാം ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും
ഓരോരുത്തർക്കും ഇപ്പൊ ഒരാൾ ചോദിച്ചു പ്രോട്ടീൻ നമുക്ക് എങ്ങനെ മീറ്റ് ചെയ്യാം, കാരണം എനിക്ക് ബേസിക് ആയിട്ട് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും, പക്ഷെ ചോദിച്ച ആളിന്റെ ഹിസ്റ്ററി അറിയാണ്ട് നമുക്ക് എങ്ങനെ പുള്ളിക്കാരനെ ഇത് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്ക് ചിലപ്പം പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെയും റിക്വയർമെന്റ്സ് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. അത് ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളത് കൊണ്ടാണ്. കാരണം അത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു കാൽക്കുലേഷനിലൂടെ തന്നെ നിങ്ങൾക്കും അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ എന്താ പറഞ്ഞത്, ഈ വെയിറ്റിന്റെ ഒരു എനർജി ബാലൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മളുടെ വളരെ ചെറിയ പ്രായം മുതൽ ചൈൽഡ് ആയിരിക്കുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഉണ്ടല്ലോ ഈ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഓവർ വെയിറ്റ്, ഒബേസിറ്റി ഒക്കെ കുറച്ച് കംപ്ലീറ്റ് ആയിട്ടെന്നല്ല ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചിലപ്പം പോകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ബോഡി ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ലൈക്ക് ഒരു ക്ലോക്ക് കറങ്ങുന്ന പോലെ 24 hours ഒരു ക്ലോക്ക് കറങ്ങുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഒരു സർക്കാഡിയൻ റിതമുണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്. അപ്പം ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു പ്രോപ്പറായിട്ടൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർ ഒരു ന്യൂട്രീഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ടൈമിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഫുഡിന്റെ ടൈമിങ് അത് കുറച്ച് പങ്ക്ച്വൽ ആക്കാമെങ്കിൽ, ഇപ്പൊ ഒറ്റയടിക്ക് ചിലപ്പോൾ നമ്മൾ ഒരു നിയന്ത്രണം ഇല്ലാതെ പോകുന്നെങ്കിൽ നമുക്കത് പറ്റില്ല. പക്ഷെ അത് മെല്ലെ മെല്ലെ നമുക്ക് ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാഡിയൻ റിതം എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മുടെ ബോഡിക്കും ഈ സർക്കാഡിയൻ റിതം ഉണ്ട്. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ലൈക്ക് നമ്മൾ ഒരു രാവിലെ 4 AM ടു ഒരു ഉച്ചയ്ക്ക് ഒരു 12 noon വരെയുള്ള സമയം, അതായത് രാവിലെ 4 മുതൽ 12 noon വരെയുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ടോക്സിക് ആയിട്ടുള്ള, നമ്മളിപ്പം രാവിലെയാണ് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്, അതിനൊരു റീസൺ ഉണ്ട്. ബിക്കോസ് അത് നമ്മുടെ ടോക്സിൻസ് ഒക്കെ വെളിയിൽ നമ്മൾ പുറന്തള്ളാനുള്ള ഒരു പീരീഡ് ആണ്, ലൈക്ക് ഏർലി മോർണിംഗ് ടു ഉച്ച വരെയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലൈക്ക് എന്തെങ്കിലും ഒരു ഡീറ്റോക്സ് വാട്ടർ നമുക്ക് രാവിലെ കുടിക്കാം, അല്ലെങ്കിൽ ഒരു ഹെർബൽ വാട്ടർ ലൈക്ക് ജീരകമൊക്കെ ഇട്ട വെള്ളം വളരെ ഉപകാരം ചെയ്യും നിങ്ങൾക്ക്. അതിൽ എത്ര പേര്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ജിഫിനോട് ചോദിച്ചപ്പോൾ ജിഫിൻ ജീരകം ഇട്ട് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഡീറ്റോക്സ് വാട്ടറുകൾ നമുക്ക് രാവിലെ നല്ലോണം ബോഡിക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ മലയാളികൾ പറയും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ പോലെ കഴിക്കേണ്ട സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്, ഭയങ്കര ഹെവി ആക്കാതിരിക്കുക. ബിക്കോസ് ആ ഒരു രാവിലത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് എലിമിനേഷൻ ടൈമാണ്. നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പോകുന്ന സമയമാണ് ഈ ഉച്ച വരെയുള്ള കാര്യം. അതിനുശേഷം 12 noon ടു വൈകിട്ട് രാത്രി 8 PM വരെയുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷനുള്ള സമയം, നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഉച്ച മുതൽ രാത്രി 8 മണി വരെയുള്ള സമയം. അപ്പൊ ആ സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടൊരു ലഞ്ച് കഴിക്കാം, പ്രോപ്പറായിട്ടൊരു ഡിന്നർ കഴിക്കാം. കഴിവതും എന്നെ കേൾക്കുന്നവര് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, കഴിവതും നിങ്ങൾ ഒരു 8-8:30 മാക്സിമം 9 പറയുന്നത് ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ 8 to 8:30 ഇടയിൽ നിങ്ങൾക്ക് ഡിന്നർ ഫിനിഷ് ആക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും. ഞാൻ കഴിഞ്ഞ ദിവസം ജെറിനോട് ചോദിച്ചപ്പം ജെറും പറഞ്ഞു അത് രാത്രിയാകുമ്പോൾ വിശക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അത് അത്യാവശ്യം നല്ല ഒരു ഡിന്നർ, ഹെവി ആയിട്ടൊരു ഡിന്നർ കഴിച്ചോളൂ, 8 മണിക്ക് മുമ്പായിട്ട് ഹെവി ആയിട്ടൊരു ഡിന്നർ കഴിച്ചോളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഓക്കെ ഈവൻ വിശന്നാൽ പോലും നമുക്ക് വെള്ളം കുടിക്കാം, ചെറിയ ചെറിയ ചൂടുവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ എടുക്കാം, ഹെർബൽ ടീ ലൈക്ക് ഹെർബൽ വാട്ടർ, ടീ, അതൊക്കെ നമുക്ക് ഉറങ്ങുന്നവരെ നമുക്ക് കുടിക്കാമല്ലോ. അപ്പം ഈ 8 PM അപ്പൊ നമ്മൾ കറങ്ങി 8 PM 8 PM ടു രാവിലെ വീണ്ടും 4 AM വരെയുള്ള ഒരു ടൈം,
അതിനെ നമ്മൾ അസിമിലേഷൻ ടൈം എന്നാ പറയുന്നത്. അസിമിലേഷൻ അതായത് നമ്മളുടെ ബോഡിയിൽ നമ്മൾ ആ ദിവസം മൊത്തം കഴിച്ച ഫുഡ്, അതായത് ഡൈജഷൻ സംഭവിച്ചു, പിന്നീടുള്ളത് അബ്സോർപ്ഷൻ ആണ്. ഈ വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് ഏറ്റവും പറ്റിയ സമയമാണ് ഈ 8 PM ടു അഗെയിൻ മോർണിംഗ് 4 AM എന്ന് പറയുന്നത്. ബിക്കോസ് ശരീരം നമ്മൾ ഓൾറെഡി ഉറങ്ങുന്ന സമയമാണ്, ശരീരത്തിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്ന സമയം. ആ സമയത്ത് നമ്മുടെ ഗട്ടിനും നല്ല റെസ്റ്റ് വേണ്ട സമയമാണ്. അപ്പം പ്രോപ്പറായിട്ട് നമ്മുടെ പകുതി പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ലൈക്ക് ടൈം ഫ്രെയിം നമ്മൾ ഫുഡ് ടൈമിങ് നമ്മൾ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പല വിഷയങ്ങളും നമുക്ക് ഇതിലൂടെ തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ ഒരു ടൈമിൽ നല്ലോണം നമ്മുടെ ബോഡി ഗട്ടിന് നല്ല റെസ്റ്റ് കിട്ടും. ഒപ്പം തന്നെ നമ്മുടെ ബോഡിയിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം അബ്സോർപ്ഷനും നടക്കും എന്നുള്ളതാണ് ഈ സർക്കാഡിയൻ റിതം എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു മെയിൻ കൺസേൺ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ഈ ഒരു കാര്യം, ലൈക്ക് കോമൺ ന്യൂട്രീഷൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ യു പീപ്പിൾ. ഓക്കെ, അത് എനിക്കറിയാം ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഫേസ് ചെയ്യുന്നത്. ഒരാളുടെ പ്രശ്നം ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക്, ഒരാൾക്കുള്ള സിവിയറിറ്റി ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക്. അത് പേഴ്സൺ ടു പേഴ്സൺ അത് വേരിയേഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. മെയിനായിട്ട് വിശപ്പില്ലായ്മ ഉണ്ടാകുന്നവരുണ്ടാവും, സ്റ്റിറോയിഡ്സിന്റെ ഉപയോഗം കൊണ്ട് വിശപ്പ് കൂടുതലുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ഫീഡിങ്ങിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ലൈക്ക് ചൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ മെയിനായിട്ട് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രശ്നം, ചില സമയത്ത് എസ്പെഷ്യലി നിങ്ങളുടെയൊക്കെ കേസിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ലോങ് പീരീഡിൽ നമ്മുടെ സ്റ്റമക്കിൽ കിടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈക്ക് ആ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആയിരിക്കും, ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും ഈ സ്റ്റമക്കിൽ നിന്ന് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഈ ഫുഡ് ഐറ്റംസ് പോകുന്നത്. ആ പ്രോസസ്സ് സാധാരണ ആൾക്കാരെക്കാട്ടില് ഭയങ്കര സ്ലോയിൽ സംഭവിക്കാൻ ഒരു പോസിബിലിറ്റി നിങ്ങൾ അത് MD-യിലും SMA-യിലും കണ്ടുവരുന്ന പോസിബിലിറ്റിയാണ്. അതിന് നമ്മൾ ഗട്ട് മോട്ടിലിറ്റി ഡിസോർഡർ എന്ന് പറയാറുണ്ട്. അപ്പം ഈ ഒരു വിഷയം ലൈക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് ഹെവിനെസ് ഫീൽ ചെയ്യും, ഭയങ്കര വയറങ്ങ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ പല സാഹചര്യങ്ങളിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലൈക്ക് ഈ പറയുന്ന പോലെ ഞാൻ സംസാരിച്ച എല്ലാവരും ഈ ബ്ലോട്ടിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്, കോൺസ്റ്റിപ്പേഷന്റെ കാര്യം പറയുന്നുണ്ട്. ലൈക്ക് പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞ ഈ ലോങ് പീരീഡിൽ ഈ സ്റ്റമക്കിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വോമിറ്റിംഗ്, നോസിയ ടെൻഡൻസി, ചിലർക്ക് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി, ഇതൊക്കെ ഇതിന്റെ ഒരു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ കോൺസ്റ്റിപ്പേഷന്റെ പോസിബിലിറ്റിയും അതിന്റെ കോൺസ്റ്റിപ്പേഷന്റെ റീസൺസ് പലതാണ്. അതിലൊരു റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് നമ്മളുടെ ഓഫ് കോഴ്സ് നമ്മുടെ മൊബിലിറ്റി കോൺസ്റ്റിപ്പേഷനെ ബാധിക്കാറുണ്ട്, അല്ലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അല്ലെ ഹൈഡ്രേഷന്റെ ലെവൽസ്, ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിപ്പേഷനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഈ സ്റ്റമക്കിൽ ഇങ്ങനെ ലോങ് ടൈമിലേക്ക് നമ്മുടെ ഫുഡ് കിടന്ന് പിന്നെ വളരെ സ്ലോയിൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രശ്നത്തെ ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്മോൾ പോർഷൻസ് ആയിട്ട് മീൽ കഴിക്കുക. നമ്മളിപ്പോൾ 3 നേരമായിട്ട് ഹെവി മീൽ കഴിക്കുന്ന സമയത്ത് നമുക്കത് ലൈക്ക് ഡിവൈഡ് ചെയ്ത് ലൈക്ക് 5 or 6 ടൈംസ് ആയിട്ട് നമുക്ക് സ്മോൾ ആൻഡ് ഫ്രീക്വന്റ് മീൽസ് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. കാരണം ഹെവി മീൽ എടുക്കുന്നതിലും സ്മോൾ ആൻഡ് ഫ്രീക്വന്റ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ചിലപ്പം നിങ്ങളിൽ മിക്ക ആൾക്കാരും അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാറ്റ് കണ്ടന്റ് കുറവുള്ള ഫുഡ് തിരഞ്ഞെടുക്കുക. ഒത്തിരി അങ്ങ് ഓയിലി ആയിട്ട് ലൈക്ക് ഹൈ ഫാറ്റ് ഉള്ള ഫുഡ്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുള്ളതല്ല, കുറേയേറെ റീസൺസ് അതിൻ്റെ അകത്തുണ്ട്. ഈ പറഞ്ഞ പോലെ മൊബിലിറ്റി ഒരു പ്രശ്നമാണ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു പ്രശ്നമാണ്, പിന്നെ മസിൽസിന് ഉണ്ടാകുന്ന വീക്ക്നെസ് ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ
നമ്മൾ കഴിക്കുന്ന ഫുഡില് ഫൈബർ കുറഞ്ഞാലും ഓഫ് കോഴ്സ് കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം തന്നെ ഈ എല്ലാ ഫാക്ടറും ഈ കോൺസ്റ്റിപ്പേഷനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഇത്. അപ്പൊ അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക്, ചില സമയത്ത് നിങ്ങൾക്ക് ദാഹം ഉണ്ടാവത്തില്ലെങ്കിലും ലൈക്ക് ഓക്കെ ലൈക്ക് റെയിനിങ് സീസൺ ആണ്, നമുക്ക് ദാഹം ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മൾ ചെറു ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. നമ്മുടെ ആ ഒരു വാട്ടർ ഇൻടേക്ക് ലൈക്ക് ഒരു ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ എനിക്കറിയാം, അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആണ്. പക്ഷെ സ്റ്റിൽ നമുക്ക് ഒരു 1.5 ലിറ്റർ വാട്ടർ എങ്കിലും പെർ ഡേ നമ്മൾ കൺസ്യൂം. ഈ പറയുന്ന പോലെ വാട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ വാട്ടർ കൂടി പോകാനും പാടില്ല. നമുക്ക് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. ഒരാളുടെ ശരീരത്തിൽ എത്ര വാട്ടർ വേണം, അത് ലൈക്ക് അത് നമ്മൾ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു കോൺസ്റ്റിപ്പേഷനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോസ് നമുക്കത് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ ലൈക്ക് ഓഫ് കോഴ്സ് ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻസ്, പക്ഷെ അത് ലോങ് ടൈമിലേക്ക് നമ്മൾ കഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ കഴിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഇപ്പൊ മെഡിസിൻ എടുക്കുന്നില്ല, കഴിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാല് ലൈക്ക് നമുക്ക് ഫൈബർ സപ്ലിമെന്റ്സ് ഉണ്ട്. ലൈക്ക് ക്രീം ഡയറ്റ് എന്ന് പറയുന്ന ഒരു സാധാരണ ഞാൻ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്രീം ഡയറ്റ് ഒരു ഫൈബർ സപ്ലിമെന്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ലൈക്ക് വോം വാട്ടറിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു മീലിന് ശേഷം നമുക്ക് ആ ഫൈബർ സപ്ലിമെന്റ് കൊടുക്കാമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് ഈ പറയുന്ന പോലെ നമുക്ക് ആ ഫൈബർ റിച്ച് ഫുഡ് നമ്മൾ എടുക്കുന്നില്ല, നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ലാസ്റ്റിലുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്ര വെള്ളം വേണ്ടായെങ്കിലും ചെറിയ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഹെർബൽ ലൈക്ക് വാട്ടർ, നമുക്ക് ജീരകം ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള മിന്റ് ഇടാം, അങ്ങനെയൊക്കെയുള്ള ഹെർബൽ വാട്ടർ ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ എന്താ ഒരുപാട് ഷുഗർ ഇല്ലാത്ത ഫ്ലൂയിഡ്സ്, ലൈക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നുണ്ടാക്കുന്ന ഷുഗർ കണ്ടന്റ് കുറഞ്ഞ ലൈക്ക് ഫ്ലൂയിഡ്സ് നമുക്ക് ഇൻടേക്ക് ചെയ്യാം. പിന്നെ സപ്പോസ് നമ്മുടെ ഈ ബ്ലോട്ടിങ്ങിന്റെ ഒരു പ്രശ്നം, അത് ഭയങ്കരമായിട്ട് ലൈക്ക് നിങ്ങളിൽ ഭയങ്കര കൂടുതലായിരിക്കും, ബിക്കോസ് ആ ഒരു മൊബിലിറ്റിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അപ്പം അത് ഈ പറയുന്ന പോലെ നമുക്ക് ലെമൺ ജ്യൂസ് ഓക്കെ ആണെന്നുള്ളവർക്ക് ഒരു ഗ്ലാസ് ഓഫ് ലെമൺ ജ്യൂസിനകത്ത് നമുക്ക് ഒരു പിഞ്ച് മതിയാവും, ഒരു പിഞ്ച് കായം. അതൊരു ശരിക്കും പറഞ്ഞ ഒരു മിറക്കിൾ ഡ്രിങ്ക് ആണ് ഞങ്ങൾ കുറച്ച് ഡയറ്റീഷ്യൻസ് വിശ്വസിക്കുന്നത്. ബിക്കോസ് നമ്മൾ അത് സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് അത് ഓൺ ദി സ്പോട്ട് വിതിൻ 5 minutes തന്നെ നമുക്ക് നല്ല ഒരു വ്യത്യാസം കാണാം. അപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് ഡ്രിങ്ക്സ് ആണെങ്കിലും, ഡീറ്റോക്സ് വാട്ടർ ആണെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്ത് ഡ്രിങ്ക്സ് ആണെങ്കിലും, നിങ്ങൾ എപ്പോഴും ഒരു ഫുൾ ഗ്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യരുത്. ജസ്റ്റ് ഒരു ഹാഫ് ഗ്ലാസ് ഒക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യാവൂ. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ഗ്ലാസ് ലൈക്ക് കായം പ്രശ്നമുള്ളതല്ല, പക്ഷെ കായം എന്ന് പറയുന്നത് 1 pinch ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചെറിയ ടീസ്പൂണിൽ 1/4 ടീസ്പൂണിൽ താഴെ മതിയാവും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ചിലപ്പം ഈ ബ്ലോട്ടിങ്ങിനെ സഹായിക്കും. പിന്നെ മറ്റൊരു ചലഞ്ച്, ഒരു മെയിൻ ആയിട്ട് ചലഞ്ച് എന്ന് വെച്ചാൽ ഈ വെയിറ്റിലുള്ള ഇൻബാലൻസ്. ലൈക്ക് അത് ഓവർ വെയിറ്റും ആകാം, അണ്ടർ വെയിറ്റും ആകാം. ഇതിലുള്ള ഇൻബാലൻസ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്. അത് എസ്പെഷ്യലി ഓവർ വെയിറ്റ് എന്ന് പറയുന്ന സ്റ്റിറോയിഡുകളുടെ ഒക്കെ, ചിയാ സീഡ് യു മീൻ റൈറ്റ്? ചിയാ സീഡ് ആഡ് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിയാ സീഡ്. അത് ലൈക്ക് സമ്മർ സീസണിൽ കൂടുതലായിട്ട് കുറച്ച് ചിയാ സീഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ലെമൺ വാട്ടറിനകത്തും ലൈക്ക് ഈ പറഞ്ഞ റെമഡിക്കകത്ത് ചിയാ സീഡ് ഉപയോഗിക്കേണ്ട. നോർമലി നിങ്ങൾക്ക് ചിയാ സീഡ് ഉപയോഗിക്കാം, പക്ഷെ ഈ ഒരു ഡ്രിങ്കിനകത്ത് ഇത് മാത്രം മതി. ലെമൺ ജ്യൂസ് വിത്ത് കായം, പിഞ്ച് ഓഫ് കായം, അത് മാത്രം മതി. ഓക്കെ. മറ്റൊരു ചലഞ്ചസ് നമ്മൾ പറഞ്ഞ പോലെ ഓവർ വെയിറ്റ് ഓർ ഒബേസിറ്റി. ഓവർ വെയിറ്റും ആകാം, അണ്ടർ വെയിറ്റും ആകാം. ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ MD പേഷ്യൻസ് സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ടാവും.
സോ പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ആപ്പിറ്റൈറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, വിശപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഓവർ നമ്മൾ എനർജി ബാലൻസ് നമ്മുടെ ബോഡിയിൽ കറക്റ്റ് നടക്കുന്നില്ല. അപ്പം ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യാനും അത് പിന്നീട് നമുക്ക് ഓവർ വെയിറ്റ്, ഒബേസിറ്റി പോലുള്ള സംഗതികൾക്ക് ഇടയാക്കി തീർക്കുന്നു. പിന്നെ അണ്ടർ വെയിറ്റിന് കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ചൂ ചെയ്യാനുള്ള പ്രശ്നം, അല്ലെങ്കിൽ കുറച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണങ്ങൾ, ഇതൊക്കെ നമ്മൾ അണ്ടർ വെയിറ്റ് ചലഞ്ചസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയാം. പിന്നത്തെ ഒരു ഇതെന്ന് വെച്ചാൽ മൈക്രോ ന്യൂട്രിയൻസിലുള്ള ഡെഫിഷ്യൻസീസ്, പ്രത്യേകിച്ച് ലൈക്ക് ചിന്തിക്കേണ്ടതാണെങ്കിൽ കാൽഷ്യം, വൈറ്റമിൻ ഡി, ഇതുപോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ്, അതും നിങ്ങൾ ഫേസ് ചെയ്യുന്ന അയണ് അല്ലെ സിങ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ അനീമിക് ഒരു വലിയ പ്രശ്നമായിരിക്കും. കാരണം അത് എൻ്റെ ഒരു ഇതില് ഇങ്ങനെയുള്ള ജനറ്റിക് ഇഷ്യൂ ഉള്ളവരിൽ ഒരുപാട് പേര് ഈ അനീമിക് ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മളത് കുറേയേറെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അനീമിക് ആണെന്ന് അറിയുന്നത്. അത് പ്രോപ്പറായിട്ട് നമുക്കതൊന്നും ബാലൻസ് ചെയ്ത് ഫുഡിന്റെ ആ ഒരു ഇൻടേക്കിൽ ഉള്ള ഇംബാലൻസ് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു അനീമിക് ഉണ്ടാവുന്നത് തന്നെ. പിന്നെ ലൈക്ക് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള പോസിബിലിറ്റി, അത് ഒരു മെയിൻ ആയിട്ടൊരു ചലഞ്ചാണ്. ലൈക്ക് ഇതുപോലെ നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് മുരിങ്ങയ്ക്ക, അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല എന്ന് പറയുമ്പോൾ വളരെ മോഡറേറ്റ് എമൗണ്ടിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറേയേറെ മുരിങ്ങയുടെ ഇല എടുത്ത് യൂസ് ചെയ്യാനല്ല. ലൈക്ക് 5 or 6 ഇല മാത്രം, സ്മോൾ ഇല മാത്രം മതിയാവും നമുക്ക്. അതെന്തെങ്കിലും കറിക്കകത്തോ അല്ലെങ്കിൽ ലൈക്ക് പൗഡർ ആക്കി വെച്ചിട്ട് ഒരു ലൈക്ക് 1/4 ടീസ്പൂൺ അല്ലെ 1/2 ടീസ്പൂണിലും താഴെ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ലൈക്ക് 2 gram 3 gram അത്രയും മതിയാവും. അത് കൂടുതൽ ഒരിക്കലും ആവശ്യമില്ല. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ റിച്ച് ആണ്, അപ്പം ഹെവി ആണ്. സോ നമുക്ക് ഈ ബ്ലോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം നമുക്ക് അധികം ആവശ്യമില്ല. വളരെ മോഡറേറ്റ് എമൗണ്ടിൽ നമുക്ക് മുരിങ്ങയുടെ ഇല യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈക്ക് സ്പിനാച്ച് ഒരു നല്ല ഓപ്ഷനാണ്. അതും ഈ പറയുന്ന പോലെ അധികമാവരുത്, മോഡറേറ്റ് എമൗണ്ടിൽ യൂസ് ചെയ്യേണ്ട ഒരു എല്ലാ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും നമുക്ക് യൂസ് ചെയ്യാം. ഓവറായിട്ട് വേണ്ട, മോഡറേറ്റ് എമൗണ്ടിൽ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അയൺ ഡെഫിഷ്യൻസിക്കാണ് ഞാൻ ഈ പറയുന്നത്. പയറ്, പരിപ്പ് വർഗ്ഗങ്ങളിൽ ചിക്ക് പീസ്, അല്ലെങ്കിൽ എള്ള് വൈറ്റ് ബ്ലാക്ക് 2 രീതിയിലുള്ള സിസ്മെ ഉണ്ടല്ലോ. ലൈക്ക് രണ്ടും നമുക്ക് അയൺ ഡെഫിഷ്യൻസിക്ക് നല്ലതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ലൈക്ക് ചെറിയ ലൈക്ക് എന്തെങ്കിലും സിസ്മെ സീഡ്സും കുറച്ച് നട്ട്സും എല്ലാം കൂടി ഇട്ടിട്ട് ലഡു പോലൊക്കെ ആക്കി നമുക്ക് പെർ ഡേ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ പംകിൻ സീഡ്, അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് സിസ്മെ സീഡ്സ്, പംകിൻ സീഡ്സ്, എന്തെങ്കിലുമൊക്കെ നട്ട്സ്, പിന്നെ ഷുഗറിന്റെ ലൈക്ക് ഡയബറ്റിക് ഇഷ്യൂസ് ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ഡേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം, റേസിൻസ് യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു കൈൻഡ് ഓഫ് ലഡു പോലെ ആക്കി വെക്കാമെങ്കിൽ നമുക്ക് പെർ ഡേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലാണ് ഞാൻ ഈ പറയുന്നത്. ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാണെങ്കിൽ ചിക്കന്, റെഡ് മീറ്റ്സ് മോഡറേറ്റ് എമൗണ്ടിലാണ്. ചിക്കനും റെഡ് മീറ്റ്സും ഒക്കെ വളരെ മോഡറേറ്റ് എമൗണ്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ എഗ്ഗും ഫിഷും ഒക്കെ ലൈക്ക് സോഫ്റ്റ് ഫോമിൽ കുക്ക് ചെയ്ത സംഗതികൾ ഉപയോഗിക്കാം. പിന്നെ വൈറ്റമിൻ സി, നമുക്ക് റിച്ച് ആയിട്ടുള്ള ഫുഡ്, വൈറ്റമിൻ സിയുടെ ഒരു റിച്ച് ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അത് നമ്മുടെ ആംല, ലൈക്ക് നെല്ലിക്ക, ലെമൺ ജ്യൂസ്, ടൊമാറ്റോ, നമ്മുടെ പേരയ്ക്ക, ഇതൊക്കെ നമുക്ക് വൈറ്റമിൻ റിച്ച് ഫ്രൂട്ട്സുകളാണ്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ B12 റിച്ച് ആയിട്ടുള്ള B12 ലൈക്ക് സപ്ലിമെന്റ്സ് ഓഫ് കോഴ്സ് വേണമെങ്കിൽ നമുക്ക് മൾട്ടി വൈറ്റമിൻ എടുക്കാം. പക്ഷെ എപ്പോഴും നമുക്ക് ഫുഡിനകത്തൂടെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണല്ലോ ബെറ്റർ ഓപ്ഷൻ. അപ്പം B12 ഒരു റിച്ച് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്പിനച്ച് ഒരു B12 റിച്ച് ഫുഡാണ്. പിന്നെ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഫുഡുകൾ,
പിന്നെ ബ്ലാക്ക് ഐ ബീൻസ് പോലെയുള്ള ലെഗ്യൂംസ്, അല്ലെ ബ്രോക്കോലി, ലൈക്ക് ബീറ്റ്റൂട്ട്, ഇതൊക്കെ തന്നെ നമുക്ക് B12 റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ്. പിന്നെ മിൽക്ക്, കേർഡ്, എഗ്, ഈ പറഞ്ഞ ഫിഷ്, ചിക്കൻ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അനീമിക് മൂലം നമുക്ക് ഉണ്ടാവുന്ന ഒരു ക്ഷീണാവസ്ഥയുണ്ടല്ലോ, അത് ആ സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ റാഗിയുടെ പൊറിഡ്ജ് അതിന്റെ കൂടെ കുറച്ച് ജാഗരി, കുറച്ച് മിൽക്കും കൂടെ ഒക്കെ ഇട്ട് ഒരു കൈൻഡ് ഓഫ് നമ്മൾ ഓട്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ, അതും റാഗി അങ്ങ് ഒരുപാടാവരുത്, വിതിൻ ആ ഒരു ലിമിറ്റ്സിൽ നമുക്ക് അങ്ങനെ ഒരു പൊറിഡ്ജ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് അനീമിക്കിന്റെ ക്ഷീണാവസ്ഥയെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വൈറ്റമിൻ ഡിയുടെ കിട്ടാനായിട്ട് എന്തൊക്കെയാ കഴിക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരാൾ. വൈറ്റമിൻ ഞാൻ പറഞ്ഞു വരുവാ, ഞാൻ അതിന്റെ ഇത് പറഞ്ഞു തരും. ഈ പറയുന്ന പോലെ തന്നെ വൈറ്റമിൻ ഡി ആണെങ്കിലും ഈ പറയുന്ന പോലെ ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഫുഡിൽ നിന്നെല്ലാം തന്നെ വൈറ്റമിൻ. പക്ഷേ പ്രശ്നം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മെഡിക്കേഷൻ ഒരു വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വൈറ്റമിൻ ഡിയെ കാര്യമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. ഈവൻ നമ്മൾ ഈ ഫുഡിലൂടെ എല്ലാം വൈറ്റമിൻ ഡിയുടെ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിലും, പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റിൽ വൈറ്റമിൻ ഡി ആണ്. ബിക്കോസ് നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മൾ ഈ ഫുഡിനകത്ത് എല്ലാം വൈറ്റമിൻ ഡി ഉണ്ട്. ലൈക്ക് ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ളത്, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ, അതായത് അയണും വൈറ്റമിനും എല്ലാ വൈറ്റമിൻ ഡിയും ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കേഷൻസും പല കാരണങ്ങളാൽ, കാരണം നിങ്ങൾ കൂടുതൽ സൺ എക്സ്പോഷർ വളരെ കുറവുള്ള ആൾക്കാരാണ്. കാരണം സാധാരണ ആൾക്കാരെക്കാട്ടില് നമുക്കിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ കുറച്ച് സൺ എക്സ്പോഷർ ഒക്കെ ഉണ്ടെങ്കിൽ കുറേയേറെ വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ കൂടുതലും അകത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 months കൂടുമ്പോഴെങ്കിലും വൈറ്റമിൻ ഡി, ബാക്കിയൊക്കെ നമുക്ക് ഫുഡിലൂടെ ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. വൈറ്റമിൻ ഡിയുടെ ഈ പറയുന്ന ഫുഡുകളെല്ലാം തന്നെ നമുക്ക് വൈറ്റമിൻ ഡി ഉള്ള ഫുഡുകളാണ്. പക്ഷെ എങ്കിൽ പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു ലൈക്ക് 70% ആൾക്കാരിലും പൊതുവെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇൻ ബിറ്റ്വീൻ എങ്കിലും ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യും, ഒരു 1 month നമ്മളൊന്ന് വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യും, പിന്നെ ഒരു 4-5 months കഴിയുമ്പോൾ വീണ്ടും ആ ഒരു വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ലൈക്ക് ഇൻ ബിറ്റ്വീൻ നമ്മൾ ചെക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. പിന്നെ പ്രോട്ടീൻ ഇൻക്രീസ്ഡ് പ്രോട്ടീൻ നീഡ്സും നമ്മുടെ ഒരു ചലഞ്ചാണ്. അത് ഈ പറയും പോലെ നമ്മളുടെ മസിൽസിനുള്ള വീക്ക്നെസ്, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്കുണ്ടാവുന്ന ഇൽനെസ്, കൂടുതലായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു പ്രോട്ടീൻ നമ്മൾ കുറച്ച് കൂടുതലായിട്ട്, അതുകൊണ്ടാണ് 1.5 എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ടും വേണ്ടി വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഒരു ഉള്ള സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ലൈക്ക് എന്തെങ്കിലും ഒരു സ്മൂത്തി ആയിട്ട് കുടിക്കാം. ഈ പറയുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിക്വയർമെന്റ്സ്, നമുക്ക് ഒരു ഇൽനെസ്, പ്രത്യേകിച്ച് ഇൽനെസിന്റെ ടൈമിൽ ഒരു റിക്കവറി പീരീഡ്, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരു സ്മൂത്തി ലൈക്ക് ബനാന, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രൈ നട്ട്സ്, അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് പൊടിച്ചു വെച്ച് നമുക്ക് എന്തെങ്കിലും ഫുഡിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ തന്നെ അഡ്വൈസബിൾ ആണ്. ഇതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴും ലാസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ന്യൂട്രീഷൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആണ്. ഓരോരുത്തരുടെയും മൊബിലിറ്റി, കഴിക്കാനുള്ള കപ്പാസിറ്റി, ഏജ്, ഹൈറ്റ്, വെയിറ്റ്, ഇതെല്ലാം കറണ്ട് മെഡിക്കൽ സിറ്റുവേഷൻ, ഇതെല്ലാം തന്നെ കാര്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ പാടുള്ളൂ. മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു വിഷയം ജസ്റ്റ് ഞാനൊന്ന് ബേസിക് ആയിട്ട് ഒന്ന് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്കാണ് ഈ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയുടെ ഒരു ഇമ്പോർട്ടൻസ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യം തന്നെയാണ് ഈ MNT എന്ന് പറയുന്നത്. അതിന് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി, MNT എന്ന് നമ്മൾ പറയും. ലൈക്ക് അതർ തെറാപ്പിയെ പോലെ, അല്ലെങ്കിൽ അതർ മെഡിക്കേഷൻസ് പോലെ, അല്ലെങ്കിൽ മറ്റ് തെറാപ്പികളെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയമാണ് ഈ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത്
ലൈക്ക് ഡോക്ടർമാരുടെയും ഡയറ്റീഷ്യൻസിന്റെയും ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. അവര് ലൈക്ക് ഉണ്ടല്ലോ, ആ ഒരു കോർഡിനേഷൻ, ആ ഒരു ടീം വർക്കിലൂടെ നമുക്ക് ഡിസീസിനെ ഒരു പരിധി വരെ മാനേജ് ചെയ്യാനും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിനകത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിയും തീർച്ചയായിട്ടും മറ്റുള്ളതിനെ പോലെ തന്നെ അതിൽ കുറച്ച് കാണേണ്ട കാര്യമില്ല. മെഡിക്കേഷനും മറ്റ് തെറാപ്പികൾക്കും നിങ്ങൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻറ്റ് തന്നെ നിങ്ങൾ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പിക്കും കൊടുത്താൽ അത് കൂടുതൽ ബെനിഫിറ്റ്, മറ്റു കാര്യങ്ങളിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് കുറച്ചുകൂടെ ആഡ് ഓൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോഴും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിക്വയർമെന്റ്സ് നമ്മൾ നോക്കിയിട്ടാണ്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾസിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് പ്രോപ്പറായിട്ട് നമുക്ക് കാലറി കൗണ്ട് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. പിന്നെ ലൈക്ക് ഈ പറയുന്ന പോലെ വൈറ്റമിൻസ്, കാൽഷ്യം ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ, അതായത് MNGയുടെ ഗോൾസ് ആണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാനും, പിന്നെ നമുക്ക് ഇറക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതെല്ലാം ഇൻഡിവിജ്വലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡ് ടെക്സ്ചറിൽ കുറച്ച് വേരിയേഷൻസ് വരുത്തുക, ലൈക്ക് ഇച്ചിരി കൂടി ലൈക്ക് സെമി സോളിഡ് ആക്കണം, അങ്ങനെ സോഫ്റ്റ് ഫുഡ് കഴിക്കണേ, അങ്ങനെ അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽസ്. നമുക്ക് MNGയിലൂടെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടർമാരുടെയും ഡയറ്റീഷ്യൻസിന്റെയും തെറാപ്പിസ്റ്റിന്റെയും ഒക്കെ ആയിട്ട് ഒരു കോർഡിനേഷൻ ഇതിന് വളരെ ആവശ്യമാണ്. ഒപ്പം തന്നെ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മളെ ആരെ ടേക്ക് കെയർ ചെയ്യുന്നതെന്നുള്ള അവർക്കൊരു അവയർനെസ് നമ്മൾ ഈ വിഷയത്തിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് നോട്ട് ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, ഓഫ് കോഴ്സ് നമുക്ക് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഇമോഷണൽ സപ്പോർട്ടും കെയറും ആവശ്യമുള്ളവരാണ്. അപ്പൊ MNGയിലെ ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സപ്പോർട്ട്, ഇതൊക്കെ ഞാൻ ഇൻഡിവിജ്വലി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഒരു ലെവലിലാണ് ഞാൻ ഈ പറയുന്നത്. എന്നോട് ആദ്യം ഈ ഒരു സെഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ജെറിൻ പറഞ്ഞത് ഒരു സീസണൽ ന്യൂട്രീഷൻ കെയറിലുള്ള ഒരു കൺസേൺസ് ആണ് ആദ്യം പറഞ്ഞത്. കാരണം കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് നമുക്ക് ആ ഒരു വേരിയേഷൻസ് നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കൺസേൺ എല്ലാവർക്കും അത് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ MD ആണെങ്കിലും SMA ആണെങ്കിലും എന്തുകൊണ്ടാണ് ഈ സീസണൽ ഇത് വളരെ അത്യാവശ്യമാണ്. സീസണൽ മോഡിഫിക്കേഷൻസ് വളരെ അത്യാവശ്യമാണ്. മെയിനായിട്ട് ലൈക്ക് നമ്മുടെ ബോഡിയിൽ താപനില മാനേജ് ചെയ്യുന്നത് ദുർബലമായിരിക്കും. നിങ്ങളുടെ സാധാരണ ആൾക്കാരെക്കാട്ടില് നമ്മുടെ ബോഡിയിൽ താപനില വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊരു റീസൺ ആണ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ മസിൽ മാസ് കുറയുന്നത് ഒരു റീസൺ ആണ്. അല്ലെങ്കിൽ ഡീഹൈഡ്രേഷന്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, കോൺസ്റ്റിപ്പേഷന്റെ ഒരു പ്രശ്നം, പിന്നെ ഇൻഫെക്ഷൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ന്യൂട്രീഷനിലുള്ള ഇംബാലൻസുകൾ. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സാധാരണ ആൾക്കാരെക്കാട്ടിലും ഈ സീസൺസിൽ നിങ്ങളുടെ ബോഡി ഇത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറേയേറെ പ്രശ്നങ്ങൾ. പിന്നെ ഈ പറയുന്ന പോലെ പ്രധാനമായിട്ടുള്ളത് മൊബിലിറ്റിയുടെ ഒരു കുറവ്, അല്ലെങ്കിൽ എന്താ പറയുക, ആപ്പിറ്റൈറ്റിൽ കുറവുണ്ടാവാനോ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത കൊണ്ടൊക്കെയാണ് ഈ സീസണൽ ഒരു ന്യൂട്രീഷൻ കെയർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാര്യം. സമ്മർ സീസണിൽ ജസ്റ്റ് നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം. സമ്മർ സീസണിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സമ്മർ സീസണിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. ലൈക്ക് ബോഡി നമുക്ക് ചിലപ്പം ദാഹം ഉണ്ടാവത്തില്ല, പക്ഷെ എന്നിരുന്നാലും ദാഹം ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. കൂളിംഗ് ആയിട്ടുള്ള ഫുഡ്, ശരീരത്തിൽ കൂളിംഗ് നിലനിർത്താൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ശ്രദ്ധിക്കുക. പിന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒഫ്കോഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് സമ്മർ സീസണിൽ മിനറൽസിന്റെ ലെവല് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇലക്ട്രോലൈറ്റ്സിനെ പറ്റി ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമായിരിക്കും. അതായത് മെയിനായിട്ട് മിനറൽസ് ആണ്. അത് പൊട്ടാഷ്യം, കാൽഷ്യം, മാഗ്നീഷ്യം,
ബയോകാർബണേറ്റ്, ഫോസ്ഫറേറ്റ്, ഇതെല്ലാം മിനറൽസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ലൈക്ക് നമ്മളുടെ മസിൽ ഫങ്ഷനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഇതിന്റെ ഇംബാലൻസ് കൊണ്ട് വളരെയേറെ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ലൈക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഇംബാലൻസ് നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഓവർ ഹൈഡ്രേറ്റ് ബോഡി ആക്കിയാലും, ഇപ്പൊ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു, പക്ഷെ നമ്മൾ വാട്ടർ കൂടുതലായിട്ട് കുടിച്ചാലും ഈ ഇലക്ട്രോലൈറ്റ്സിനെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് വാട്ടർ ഇൻടേക്ക് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മൾ അത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഇലക്ട്രോലൈറ്റ്സിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി, അല്ലെ ഡയറിയ, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്, അല്ലെ കിഡ്നി ഇഷ്യൂസ്, ലൈക്ക് മെഡിക്കേഷന്റെ ഇഷ്യൂസ്, ഇതൊക്കെ നമുക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയാണ്. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യുന്ന ഡയറ്റ് മെയിനായിട്ട് ഇങ്ങനെയുള്ള ലൈക്ക് സമ്മർ സീസണിലൊക്കെ നമ്മൾ കോക്കനട്ട് വാട്ടർ, ലൈക്ക് ടെൻഡർ കോക്കനട്ട് കുറെ നല്ലതാണ്. ലൈക്ക് ടെൻഡർ കോക്കനട്ട് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ലെമൺ വാട്ടർ, കുറച്ച് ഒരല്പം ഉപ്പിട്ട് ലെമൺ വാട്ടർ എടുക്കാം. അതുപോലെ തന്നെ കേട്, മോരും വെള്ളം, ലൈക്ക് ബട്ടർ മിൽക്ക് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഫ്ലൂയിഡ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഈ സമയത്ത് അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ലൈക്ക് ഫുഡ് ഐറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞു പോയ പോലെ തന്നെ പല അയൺ ഡെഫിഷ്യൻസിയിലും ഒക്കെ നമ്മൾ കുറെ പറഞ്ഞു. ബനാനാസ്, പിന്നെ സ്പിനച്ച്, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ളതാണ്, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എള്ള്, വൈറ്റ് ആണേലും ബ്ലാക്ക് ആണേലും റാഗി, ഇതൊക്കെയാണ് നമ്മുടെ കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യത്തെ ഡെഫിഷ്യൻസിയെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് സഹായിക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് ഒരുപാട് ഇൽനെസ് അല്ലെ ഒരുപാട് ക്ഷീണം തോന്നുവാണെങ്കിൽ നമുക്ക് ORS സൊല്യൂഷൻസ് സംടൈംസ് നമുക്ക് അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന പോലെ ഈ സമ്മർ സീസണിൽ നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് സ്പൈസി മാത്രമല്ല, നമ്മൾ ഒത്തിരി ഡീപ് ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒഴിവാക്കുക, അല്ലെ സോൾട്ടി ആയിട്ടുള്ള ഫുഡ്, ഇതൊക്കെ നമ്മുടെ ബോഡിയെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിന്റർ സീസണിലെ ഒരു മെയിൻ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻസ് വിന്റർ സീസണിൽ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഈ വിന്റർ സീസണിലെ നമ്മുടെ ന്യൂട്രീഷന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ലൈക്ക് ബോഡിയെ വോം ആക്കി വെക്കാൻ പറ്റണം, ലൈക്ക് നമ്മുടെ സ്ട്രെങ്ത് മാനേജ് ചെയ്യാൻ പറ്റണം. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും എന്നതിനെ ചിന്തിക്കണം. അതുപോലെ ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷന്, ലൈക്ക് അതൊക്കെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ഈ വിന്റർ സീസണിൽ ഇതിന്റെയൊക്കെ ഒരു ഗോളാണെന്ന് പറയാം. ശരീരത്തിന് വാം ചെയ്യാനുള്ള ഫുഡ് കൺസ്യൂം ചെയ്യാം. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ നട്ട്സ്, അല്ലെങ്കിൽ ആൽമണ്ട്സ്, വാൾനട്ട് പോലുള്ള ലൈക്ക് ചെറിയ എമൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ഒരു സപ്ലിമെന്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഈ സീഡ്സ്, ബ്ലാക്ക്, വൈറ്റ്, ലൈക്ക് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ലൈക്ക് ഇതെല്ലാം ഈ നട്ട്സിൽ നിന്നും കിട്ടും. പിന്നെ അവക്കാഡോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലൈക്ക് കൂടുതലായിട്ട് വെജീസ്, ഫ്രൂട്ട്സ്, അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു നൈറ്റില് ഒരു വോം മിൽക്ക്, ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ടെർമറിക് പൗഡർ ഇട്ടിട്ട് നമുക്ക് മിൽക്ക് യൂസ് ചെയ്യാം. പിന്നെ സമ്മർ സീസണിൽ മെയിൻ ആയിട്ട് നമ്മൾ കോൾഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഐസ്ക്രീംസ്, അല്ലെ ഫ്രോസൺ ആയിട്ടുള്ള സ്നാക്സ്, റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഈ സീസണിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു ഫൈനൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നതും എനിക്ക് ആദ്യം മുതൽ തന്നെ പറഞ്ഞു വന്ന കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. കാരണം
ബേസിക് പ്രിൻസിപ്പിൾ എല്ലാവർക്കും സെയിം ആണ്. ലൈക്ക് ഇന്ന ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് ബേസിക് പ്രിൻസിപ്പിൾ. അതായത് എനർജി എന്താണ്, അല്ലെ ഏതൊക്കെ ടൈപ്പിലെ ന്യൂട്രിയൻസ് ആണ്, അല്ലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. ബാക്കി നമ്മൾ എന്ത് കഴിക്കണം, എത്രത്തോളം ഓരോ ദിവസവും നമ്മൾ എനർജി കൺസ്യൂം ചെയ്യണം, എത്ര ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻഡിവിജ്വൽ പേഴ്സണലൈസ്ഡ് ആണ്. അത് വെച്ച് മാത്രമേ നമുക്ക് ഡെയിലി ഒരു ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ്, ഡയറ്റീഷ്യൻസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അല്ലെ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, എല്ലാവരുടെയും ഒരു കോർഡിനേഷനോട് കൂടിയാണ് നമുക്ക് ഈ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, പിന്നെ മാൽന്യൂട്രീഷന്റെ പ്രിവെന്റ് ചെയ്യുക, അല്ലെ ഓവർ ന്യൂട്രീഷന്, മെയിൻറ്റെയിൻ മസിൽ ഫങ്ഷൻസ്, ഇതെല്ലാം ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മാഡം തുടക്കം മുതലേ പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എഗ് എന്ന് പറയുന്നത്. പലരും എഗ്ഗിന്റെ വൈറ്റ് മാത്രം കഴിച്ചിട്ട് കഫക്കെട്ട് വരും എന്ന കാരണം പറഞ്ഞുകൊണ്ട് മഞ്ഞക്കരു മാറ്റി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ കഫക്കെട്ട് ഉണ്ടാകാൻ കാരണമാവോ എന്ന് പറയുന്നത്? ലൈക്ക് എന്താ പറയുന്നത്, നമുക്ക് ഓവർ വെയിറ്റ് ഉള്ളവര് അല്ലെങ്കിൽ ഫാറ്റ് കൂടുതലായിട്ടുള്ളവർക്ക് മാത്രമേ ആ ഒരു ഇഷ്യൂ, കഫക്കെട്ടിന്റെ ഒരു ഇഷ്യൂ, നമ്മൾ നല്ലതായിട്ട് കുക്ക് ചെയ്ത് സോഫ്റ്റ് കുക്ക്ഡ് ആയിട്ടുള്ള എഗ്ഗാ ഉപയോഗിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല. എഗ് യോക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. പെർ ഡേ ഒരു 1 എഗ്ഗും, അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ വേണമെങ്കിൽ ഒരു 1 or 2 എഗ് വൈറ്റ്സും കൂടെ ആഡ് ചെയ്യാം. എന്ന് വെച്ച് നമ്മൾ എഗ് യോക്ക് ഒട്ടും എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. പെർ ഡേ തീർച്ചയായിട്ടും നമുക്ക് ഹോൾ എഗ് ആഡ് ചെയ്യുക തന്നെ ചെയ്യാം. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അതും പേഴ്സണലൈസ്ഡ് ആണ്. അവരുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് അറിയാതെ എനിക്ക് കറക്റ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് യോക്ക് കൊണ്ട് കാര്യമായിട്ട് നമ്മൾ ഹ്യൂജ് എമൗണ്ട് അല്ല, പെർ ഡേ നമുക്ക് ഒരു എഗ് എടുക്കുന്നുണ്ട്, കുക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് കുക്ക്ഡ് എഗ് എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ അഡീഷണൽ പ്രോട്ടീൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ 1 or 2 എഗ് വൈറ്റ്സും കൂടെ നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യും, നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ്സ് അനുസരിച്ച്. ഓക്കെ, നമുക്കില്ലേ രണ്ടാമത് എന്ന് പറയുന്നത് ഇപ്പം മിൽക്കിന്റെ കാര്യം പറഞ്ഞത്, എത്ര അളവ് ക്വാണ്ടിറ്റിയിൽ വരെ നമുക്ക് മിൽക്ക് കൺസ്യൂം ചെയ്യാം, ഒരു ആവറേജ് പറയുകയാണെങ്കിൽ? ലൈക്ക് ഒരു 450-500 ലൈക്ക് ഒക്കെ നമുക്ക് വിത്ത് വാട്ടർ അതായത് 2 ഗ്ലാസോളം മിൽക്കായിട്ടാ കുടിക്കുന്നതെങ്കിൽ ഒരു 150 ml കൂടെ നമുക്കൊരു 100 ml കൂടെ വാട്ടർ ആഡ് ചെയ്ത് രാവിലെ എടുക്കാം. പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഓക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു ഗ്ലാസും കൂടെ നമുക്ക് എടുക്കാം. ഒരു ലൈക്ക് രണ്ടും കൂടെ ഒരു 450 നമുക്ക് പറയാം, പ്ലസ് വാട്ടർ. അതായത് 150 ml മിൽക്കിന്റെ കൂടെ ഒരു 100 ml വാട്ടറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അത് രാവിലെ വൈകിട്ട് എടുക്കാം നമുക്ക്. ഇപ്പൊ ചിലവർ അതുപോലെ തന്നെ പറയാറുണ്ട്, ഇപ്പൊ വെയിറ്റ് കൂടുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് നോൺ വെജ് തീർത്തും ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് ഗുണം ചെയ്യുമോ അത്തരം ഒരു പ്രവണത? ഒരിക്കലും ഇല്ല. പക്ഷെ ഈ പറയുന്ന പോലെ ചിക്കൻ ആൻഡ് മീറ്റ് ഐറ്റംസ് നമ്മൾ അത് കുറച്ച് റെസ്ട്രിക്റ്റ്, മോഡറേറ്റ് എമൗണ്ടിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. വെയിറ്റിന്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് സാധാരണ ആൾക്കാരെ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു മോഡറേറ്റ് എമൗണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. പക്ഷെ ഫിഷ് നമുക്ക് ഈ പറയുന്ന മീറ്റ് ഐറ്റംസിനെക്കാട്ടിലും ഫിഷ് നമുക്ക് കുറച്ച് അല്പം കൂടെ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. അത് ഓഫ് കോഴ്സ് അതിന്റെ അവൈലബിലിറ്റിയും ആ ഒരു ലൈക് സിറ്റുവേഷൻസും ഒക്കെ നോക്കിയിട്ട് ഫിഷ് ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. അത് നമുക്ക് ലൈക് നല്ല പ്രോട്ടീൻ തരുന്നതാണ്. അത് നമുക്ക് ഒത്തിരി ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാതെ ലൈക് സോഫ്റ്റ് ആയിട്ട് ലൈക് ചെറിയ ഒത്തിരി മസാലസ് ഒന്നും ഇടാതെ കറി പോലോ അല്ലെ ചിക്കൻ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ റെഡ് മീറ്റ്സ് വീക്ക്ലി മേ ബി വൺസ് എന്നുള്ള ഒരു ഇതില് നമുക്ക് കൊണ്ടുപോകുന്ന നോർമൽ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഐ മീൻ വലിയ സിവിയറിറ്റി ഇല്ലാത്ത നോർമൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പേഷ്യൻസിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസ് നമുക്ക് ഓയിലി ഫുഡ് നമുക്ക് കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് അത്തരം സാധനങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലെ? അപ്പൊ എത്ര അളവ് വരെ നമുക്ക് ഇത്തരം ഇത് കഴിക്കാനായിട്ട് പറ്റും ഒരു സാധാരണ ഒരു വ്യക്തിക്ക്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ LDL കൊളസ്ട്രോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. നമ്മൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, കുറയ്ക്കണം. പക്ഷെ കൂടുതൽ സ്റ്റഡീസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ
പണ്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കോക്കനട്ട് ഓയിൽ. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലൈക്ക് കോക്കനട്ട് ഓയിൽ ആണ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം ഇതുപോലെയുള്ള സൺഫ്ലവർ ഓയിലൊക്കെ നമുക്ക് വളരെ വില കുറച്ച് കിട്ടുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും കെമിക്കൽസ് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈക്ക് ഈ പ്യൂർ കോക്കനട്ട് ഓയിൽ പോലുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഡീപ് ഫ്രൈ ഐറ്റംസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമൊന്നുമില്ല. ഫാറ്റ് വേണം. ഫാറ്റിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ചെറിയ നമ്മള് ലൈക്ക് ഫാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രോ ന്യൂട്രിയൻസിൽ ഭയങ്കര അളവിൽ മറ്റു കാര്യങ്ങൾ, അതായത് കാർബോഹൈഡ്രേറ്റ്സും അല്ലെങ്കിൽ ലൈക്ക് പ്രോട്ടീനും വേണ്ട പോലെ ഫാറ്റ്സ് ഒരുപാട് നമ്മുടെ ശരീരത്തിന് വേണ്ട, വിതിൻ ലിമിറ്റ്സ്. ബിക്കോസ് നമുക്ക് 1 ഗ്രാം ഫാറ്റിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് 9 കാലറീസ് ആ കിട്ടുന്നത്. അപ്പം സാധാരണ ഒരു കാർബോഹൈഡ്രേറ്റ്സിൽ ഒരു ഗ്രാമിൽ നിന്ന് നമുക്ക് 4 കിലോ കാലറിയാണ് കാർബോഹൈഡ്രേറ്റ്സിൽ. അതേപോലെ തന്നെ പ്രോട്ടീനിലും 1 ഗ്രാം പ്രോട്ടീൻ എടുക്കുമ്പോൾ നമുക്ക് 4 കിലോ കാലറിയെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുള്ളൂ. ഫാറ്റ് എന്ന് വെച്ചാൽ അതിന്റെ ഇരട്ടിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാറ്റ് വളരെ കുറച്ച് മതി നമ്മുടെ ശരീരത്തിൽ, അതൊരു വലിയ എമൗണ്ട് വേണ്ട. അപ്പൊ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുന്നത് വിതിൻ ലിമിറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്താൽ മതി. ലൈക്ക് എന്താ പറയുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വരെ നമുക്ക് പെർ ഡേ യൂസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പലർക്കും ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ ഇത് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് ചെല്ലുമ്പോഴാണ് ഈ ഷുഗർ പോലുള്ള ഇത് കൂടി വരുന്നത്. അപ്പൊ അത്തരം വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ചോറിന് പകരം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ചോറ് കുറച്ച് ബാക്കി അവരുടെ ഇത് ശരീരത്തിന് വേണ്ടത് പോഷകങ്ങൾ നിലനിർത്താനായിട്ട് എന്താണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വലി ഇത് ഭയങ്കര ഒരു ലൈക്ക് എന്താ പറയുന്നത്, നമ്മള് ഇപ്പം SMA ആയാലും MD ആയാലും ചെറിയ പ്രായത്തിൽ നമുക്ക് കുറച്ചുകൂടെ കാലറി റിക്വയർമെന്റ്സ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ഒരു അഡൽട്ട് സ്റ്റേജിൽ ചെല്ലുമ്പം ലൈക്ക് നമുക്ക് കാലറി അത്രയും ആവശ്യമില്ല. ഇപ്പൊ അത് ഡയബറ്റിക് ആയാലും എന്ത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയാലും നമുക്ക് ലൈക്ക് എന്താ പറയുക ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൂട്ടുന്നതാണ് ഹൈ GI എന്ന് പറയുന്നത്. അതേസമയം ലോ GI എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആ ഷുഗറിന്റെ സ്പൈക്ക് വളരെ സ്ലോലി ആയിരിക്കും. അപ്പം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനെന്താണ് നമ്മൾ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ലൈക്ക് ഈവൻ ചോറാണെങ്കിൽ എന്ത് പ്രശ്നമില്ല, നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് കാര്യം. ഇപ്പൊ ചോറ് കഴിക്കുന്നതിൽ നമുക്ക് ഓക്കെ അത് നമുക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് ലൈക്ക് മില്ലറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റാഗി യൂസ് ചെയ്യാം, ലൈക്ക് ഹോൾ ഗ്രെയിൻ വീറ്റ്സ് യൂസ് ചെയ്യാം. ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു പാരമ്പര്യ ഒരു ഫുഡ് സ്റ്റൈലില്ലേ നമ്മൾ എന്തിനാണ് ഇത്ര സാക്രിഫൈസ് ചെയ്യേണ്ടത്? വിത്തിൻ ലിമിറ്റ്സ് നമുക്ക് ഇപ്പം ഈ ചോറെന്ന് പറയുന്നത് എസ്പെഷ്യലി ബസ്മതി റൈസ് ആണെങ്കിലും നമ്മളുടെ ഫുള്ളി കോട്ടഡ് ആയിട്ടുള്ള ബ്രൗൺ റൈസ് ആണെങ്കിലും അത് മീഡിയം ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാണ്, അത് ഹൈ അല്ല. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ വെജീസ് അല്ലെങ്കിൽ ലൈക്ക് ഹോൾ ഗ്രീൻ ആയിട്ടുള്ള സാധനങ്ങള് പയറുവർഗ്ഗങ്ങൾ ഒക്കെ വരും. പക്ഷെ മീഡിയം റേഞ്ചിൽ വരുന്നതാണ് ഈ ചോറെന്ന് പറയുന്നത്. അത് ഹൈ അല്ല. ഹൈ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റിഫൈനറി ലൈക്ക് മൈദ നമുക്ക് പറയാം, അല്ലെങ്കിൽ ലൈക്ക് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസ്, ഷുഗർ, ഇതൊക്കെയെന്ന് വെച്ചാൽ ഹൈ GI ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് നമുക്ക് എത്രയും അവോയ്ഡ് ചെയ്യാൻ പറ്റും അത്രയും നല്ലത്. പക്ഷെ ചോറൊക്കെ എന്താ പറയുന്നത് 2 നേരം എന്നുള്ളത് ഓഫ് കോഴ്സ് നമുക്ക് ഓപ്ഷനാണ്. ഒരു ഉച്ചയ്ക്ക് 1 നേരം ആക്കിക്കൊണ്ട് വൈകിട്ട് ഇപ്പം ലൈക്ക് ഹോൾ ഗ്രെയിൻ ആട്ടയൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓപ്ഷൻസ് പലതും നമുക്ക് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഭൂരിഭാഗം പേരും ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പ് കൊണ്ട് നേരിടുന്ന പ്രധാന ഒരു പ്രശ്നമാണ് പൈൽസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം അല്ലെങ്കിൽ മോഷനിലുള്ള പ്രശ്നങ്ങൾ അത്രയൊക്കെ നേരിടുന്നുണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്യാനായിട്ട് ഏതെല്ലാം തരത്തിലുള്ള ഫുഡുകളാണ് നമ്മളെ സഹായിക്കുക? നമുക്ക് മെയിൻ ആയിട്ട് ഫൈബർ റിച്ച് ഫുഡ്,
അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രീൻ ലീഫി വെജീസ് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ മാക്സിമം അങ്ങനെ കേസിൽ വരുമ്പോൾ നമ്മൾ നോൺ വെജുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നോൺ വെജുകൾ നമ്മൾ തീർച്ചയായിട്ടും കോൺസ്റ്റിപ്പേഷൻ കൂട്ടുക തന്നെ ചെയ്യും. പിന്നെ വാട്ടർ ഇൻടേക്ക്, കാരണം നമുക്ക് ഇതിനൊക്കെ ഹൈഡ്രേഷൻ വളരെ വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് അതിന്റെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ ഡോക്ടറെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ, ചെറിയ മൈൽഡ് സിവിയറിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുക, ലൈക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുകൊണ്ടാണ് ഞാനൊരു സജഷൻ പോലെ പറഞ്ഞത് നമ്മുടെ ക്രീമി ഡയറ്റ്, ലൈക്ക് ഒരു ഫൈബർ സപ്ലിമെന്റ്. അത് നിങ്ങളുടെ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സിനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ഒരു വാം വാട്ടറിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് നമുക്കൊരു ഫൈബർ റിച്ച് ആണ്. ഈ പ്രശ്നത്തെ ഒരു പരിധി വരെ നമുക്ക് അത് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പലരും ഇപ്പോ നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജി ഡ്രിങ്കുകൾ, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറുകളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അത് എത്രമാത്രം ഞങ്ങളെ പോലുള്ളവർക്ക് സേഫ് ആണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം? ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് പാക്ഡ് ആയിട്ടുള്ളതും ലൈക്ക് സോഡിയം ഉള്ളതുമായിട്ടുള്ള ഇങ്ങനത്തെ ഡ്രിങ്ക്സുകൾ കഴിവതും നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറിനെ പറ്റി നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു. പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഡയറ്റീഷ്യൻ എന്നോട് ചോദിക്കുവാണെങ്കിൽ, ഇപ്പൊ നോർമലായിട്ടൊരു ആളിനാണെങ്കിലും MD ഉള്ളതും SMA ഉള്ളതായിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും പ്രോട്ടീൻ സപ്ലിമെന്റ് എന്ന് പറയുന്നത് നെസസറി അല്ല. അത് സാഹചര്യങ്ങൾ അനുസരിച്ച്, കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ, അല്ലെ ചൂ ചെയ്യാൻ പറ്റുന്നില്ല, ഇറക്കാൻ പറ്റുന്നില്ല, ചവയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൽനെസ് വന്നിട്ട് ഒരു റിക്കവറി സ്റ്റേജിലാണ്, അല്ലെ ഒരു സർജറി കഴിഞ്ഞു, ലൈക്ക് certain സിറ്റുവേഷൻസിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു. അല്ലാണ്ട് ഒരു നോർമൽ ഇതിൽ പോകുന്ന ഒരാള് നോർമൽ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഫുഡിൽ ആഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കൊരു പ്രോട്ടീൻ സപ്ലിമെന്റിന് ആവശ്യം ഇല്ല. അതിപ്പം നോർമൽ ആയ പേഴ്സൺ ആയാലും അല്ലെങ്കിലും. പിന്നെ ഹൈ ലൈക്ക് അത്ലറ്റിക്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടൊക്കെയുള്ള ആൾക്കാർക്ക് മസിൽസ് ബിൽഡപ്പ്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഗോളൊന്നും ഇല്ല. സോ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രോട്ടീൻ സപ്ലിമെന്റിന്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഈ സർട്ടൻ സിറ്റുവേഷൻസിൽ ഓഫ് കോഴ്സ് നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ച് ഇൻക്രീസ് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ, അല്ലെ വീക്ക്നെസ് കൂടുതലായിട്ട്. അപ്പം നമ്മൾ സാധാരണ കഴിക്കുന്നതിന് കുറച്ചുകൂടി സപ്ലിമെന്റ്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ ഇൻഡിവിജ്വൽ നമ്മൾ ചിന്തിക്കേണ്ടേ, ഓക്കെ നമുക്ക് ആ സപ്ലിമെന്റ് പ്രോട്ടീൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ആ സാഹചര്യങ്ങളിൽ മാത്രം നമ്മളെ ആ ഒരു റിക്കവറി പീരീഡിൽ നമുക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ് എന്തെങ്കിലും എടുക്കാൻ പറ്റും. ഈ പറയുന്ന പോലെ ചിലപ്പം ഞാൻ പൊതുവെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ജനറ്റിക്കായിട്ട് ഇഷ്യൂ ഉള്ളവരിൽ കൂടുതലായിട്ടും ഇൻടോളറൻസും ലൈക്ക് അലർജീസിനും ഉള്ള പോസിബിലിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പം ഈ കൈൻഡ് ഓഫ് ചില പ്രോട്ടീൻസ്, വേ പ്രോട്ടീൻ ആയിക്കോട്ടെ, സോയാ ബേസ്ഡ് പ്രോട്ടീൻ ഒക്കെ ചിലപ്പം ഈ അലർജീസും ഇൻടോളറൻസും ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. പിന്നെ കിഡ്നിയിൽ എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവരും എക്സ്ട്രാ പ്രോട്ടീന് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഫുഡിൽ നിന്ന്. പിന്നെ പ്രോട്ടീന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീന്റെ ഡൈജഷനിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഓരോ ഐറ്റംസും അത് ഡൈജസ്റ്റ് ചെയ്യുന്ന ഇതിൽ വേരിയേഷൻ ഉണ്ട്. ഈ പറഞ്ഞ പ്രോട്ടീൻ, വേ പ്രോട്ടീൻ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡി പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും, അതൊരു ഗുണമാണ് ഓഫ് കോഴ്സ്. അത് ലൈക്ക് വിത്തിൻ 1 hour 2 hours നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യും. പക്ഷെ ഹോൾ ഫുഡിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻസ് വളരെ സാവകാശമായിരിക്കും അതിന്റെ ഡൈജഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അതായത് നോൺ വെജ് ആണെങ്കിലും അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ് ആണെങ്കിലും ഈ സംഗതികളൊക്കെ പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നത് വളരെ സ്ലോയിലായിരിക്കും. അതാണ് ഒരു മെയിൻ ആയിട്ടൊരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. ഗ്യാസ് പ്രോബ്ലംസ് ഉള്ളവർ ബ്ലോട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട്. ഈ പറയുന്ന പോലെ നമ്മളുടെ ഇതിന്റെ നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളുടെ ഈ മൊബിലിറ്റിയുടെ ഒരു പ്രശ്നം, മെഡിക്കേഷന്റെ ഒരു പ്രശ്നം, ആക്ടിവിറ്റിയിലുള്ള പ്രശ്നം, ഇതൊക്കെ കണ്ട് സർവ്വസാധാരണമാണ് ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി കുറേ ചർച്ച ചെയ്തു, ലൈക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്തു. ആ ബ്ലോട്ടിങ്ങിന് എന്താ പറയുന്നത്, നമുക്ക് ഇടയ്ക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് ഇൻ ബിറ്റ്വീന് ചെയ്യുക. പിന്നെ ഹൈഡ്രേഷൻ
പ്രോപ്പർ ആക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതിന്റെ കൂടെ തന്നെ ലൈക്ക് എന്താ പറയുന്നത്, നമ്മുടെ ബ്ലോട്ടിങ്ങിന്റെ സമയത്ത് ഞാനൊരു ട്രിങ്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് നിങ്ങൾക്കൊന്ന് ഇങ്ങനെ സിവിയർ ആയിട്ട് ബ്ലോട്ടിങ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം പറഞ്ഞു, ലൈക്ക് പോർഷൻ ഡിവൈഡ് ചെയ്ത് എടുക്കുക. കാരണം നമ്മൾ 3 നേരം ആയിട്ട് കഴിക്കുന്ന മീല് നമുക്കൊരു 4, 5, 6 നേരമായിട്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ പോർഷൻ, സിമ്പിൾ ആൻഡ് ചെറിയ പോർഷൻസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുന്നത് ബ്ലോട്ടിങ്ങിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. പിന്നെ മാഡം സൂചിപ്പിച്ച നാരങ്ങ വെള്ളത്തില് കായത്തിന്റെ ഒരു പിഞ്ച് കായം, ഒരു പിഞ്ച്. അതും നമ്മൾ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ഒരു ഗ്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ട, 1/2 ഗ്ലാസ് ആദ്യം നോക്കുക. നമുക്ക് ഓക്കെയാണ്, നമുക്ക് അതുകൊണ്ട് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ഇപ്പം ഡെയിലി കുടിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമുള്ള കാര്യമില്ല. നാരങ്ങ വൈറ്റമിൻ സി അത്യാവശ്യം നമുക്ക് ശരീരത്തിൽ കിട്ടുന്നു. കായം എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ വലിയ ദൂഷ്യം ചെയ്യുന്ന സാധനം 1 പിഞ്ച് മാത്രമാണ്. കാരണം ബിക്കോസ് ഒത്തിരി അതിന്റെ ആ ഒരു സ്മെല്ലായ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ വേണമെങ്കിൽ ഓക്കെ ഒരു ടേസ്റ്റിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഈ അധികം ഫുഡ് കഴിക്കലെല്ലാം കുറവാ, പക്ഷെ വയറിങ്ങനെ വീർത്ത് വരുന്ന ഈ ഗ്യാസിന്റെ എന്താ പ്രശ്നം? നമ്മൾ പറഞ്ഞായിരുന്നത് മെയിൻ ആയിട്ട് ഇങ്ങനെ വയറ് വീർത്ത് നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് വയറ് തോന്നുന്നതിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇത് നിങ്ങളുടെ ഒരു ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. കാരണം അതുകൊണ്ട് നമുക്ക് കഴിക്കുന്ന ഫുഡ് സ്റ്റൊമക്കില് ലോങ് പീരീഡില് സ്റ്റൊമക്കിൽ കിടക്കും. പിന്നെ സാധാരണ ആൾക്കാരെക്കാട്ടില് ഇത് ലൈക്ക് അവിടുന്ന് പിന്നെ അടുത്ത സ്റ്റെപ്പായ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് പോവാന് കുറച്ച് കാലതാമസം എടുക്കും. അത് എന്താ പറയുക, നമ്മളുടെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതായത് നമ്മുടെ പോർഷൻസ് നമ്മൾ 3 നേരം വലിയ ഒരു മീലായിട്ട്, അതായത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന വലിയൊരു എമൗണ്ട് കഴിക്കുന്നില്ല, ആ കഴിക്കുന്നത് നമുക്ക് 2 നേരമായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെ, വൈകിട്ട് കഴിക്കുന്നത് നമുക്ക് ലൈക്ക് 4 o'clock 5 o'clock ഒരു ചെറിയ ഒരു എമൗണ്ട് സ്നാക്സോ അല്ലെ എന്തെങ്കിലും കഴിച്ചിട്ട് ഡിന്നർ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു സിമ്പിൾ ആക്കാം, അല്ലെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാം. അപ്പൊ ഈ 3 നേരം അല്ലെ 4 നേരം നമ്മൾ ഹെവി കഴിക്കുന്നതിന് പകരം പോർഷൻ ലൈക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഒരു എനിക്ക് ഇത് സജസ്റ്റ് ചെയ്യാനുള്ളത്. മാഡം, വേറൊരു ചോദ്യം വന്നേക്കുന്നത്, ഭക്ഷണം ചവച്ചിറക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഞങ്ങളെ പോലുള്ളവർക്ക് ലിക്വിഡ് രൂപത്തിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ എന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ ആ ഫുഡ് എന്താ നമ്മളുടെ ആ ഒരു ഈ പറയുന്ന പോലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജെറിനെ, നമുക്ക് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാല് നിങ്ങളുടെ മൊബിലിറ്റിയിൽ എപ്പോഴും വേരിയേഷൻസ്, അപ്പ് ആൻഡ് ഡൗൺസ്, നിങ്ങൾ ഫുഡ് കഴിക്കുന്ന രീതിക്ക് അല്ലെ സോളോ ചെയ്യുന്ന രീതിക്ക് അല്ലെ നിങ്ങൾ പിന്നെ മൂവ് ചെയ്യുന്ന രീതിക്ക്, ഈവൻ ഇന്നത്തെ നിങ്ങളുടെ ആ ഒരു അതേ പാറ്റേണിലായിരിക്കില്ല നാളെ. ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺസ് വേരിയേഷൻസ് ഉണ്ടായി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചേഞ്ചസ് വരുത്തിക്കോണം. ഇപ്പൊ ഫുഡ് ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ടെക്സ്ചർ കുറച്ച് നമുക്ക് ലിക്വിഡ് ഫോമിലാക്കാം, അല്ലെങ്കിൽ സെമി സോളിഡ് ഫോമിലാക്കാം. ലൈക്ക് ഞാൻ പറഞ്ഞു, ഒരു ഓപ്ഷൻ പറഞ്ഞു റാഗി പൊറിഡ്ജ് പോലുള്ള അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ്, അല്ലെങ്കിൽ ലൈക്ക് കോട്ടഡ് ആയിട്ടുള്ള ബ്രൗൺ റൈസിന്റെ നല്ലോണം വേവിച്ച് ലൈക്ക് കഞ്ഞി പോലെ കുടിക്കാം. അതൊക്കെ നമുക്ക് ഏത് ഫോമിലാണ് നമ്മുടെയാണ്, നമ്മൾ കഴിക്കേണ്ട ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് ആ ഫുഡിനെ മോഡിഫൈ ചെയ്യാം, അതിന്റെ ടെക്സ്ചറിൽ ഡിഫറൻസ് വരുത്തുക. അപ്പം നല്ല വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇച്ചിരി ലൂസായിട്ട് വെള്ളത്തിൽ വേണം, അതല്ലാത്തവർക്ക് സെമി സോളിഡ്, അങ്ങനെ ആ ഒരു ഇതിന്റെ അനുസരിച്ച് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിനെ തന്നെ നമ്മൾ മോഡിഫൈ ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിവിയർ പ്രശ്നം നമുക്ക് ഒട്ടും പറ്റുന്നില്ല, ഇറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഒരു പ്രോട്ടീൻ സപ്ലിമെന്റിനെ പറ്റിയൊക്കെ ഡോക്ടറോട് ആലോചിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറൊരു ചോദ്യം പറഞ്ഞേക്കുന്നത്, വീൽ ചെയറിലായതുകൊണ്ട് തന്നെ കൃത്യമായ ഭാരം എത്രയെന്നോ ഉയരം എത്രയെന്നോ ഞങ്ങൾക്ക് അറിയില്ല. അത്തരം സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് എനിക്കൊരു ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ വെയിറ്റ് നമുക്ക് ലൈക്ക് നമുക്ക് ആരുടെയും ഒരു ഹെൽപ്പോട് കൂടി മേ ബി നമുക്ക് അവരുടെ വെയിറ്റ് ആദ്യം മെഷർ ചെയ്തിട്ട് പിന്നെ നമ്മുടെ വെയിറ്റ് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ലൈക്ക് മിഡ് ആം സർക്കംഫറൻസ് ചെക്ക് ചെയ്യുന്ന നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അളവെടുത്ത് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഫിസിയോതെറാപ്പിസ്റ്റിന് എല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും മിഡ് ആം സർക്കംഫറൻസ് എങ്ങനെയാണ്
കാൽക്കുലേറ്റ് ഐ മീൻ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് അതിലൂടെ നമുക്ക് നമ്മുടെ ലൈക്ക് മസിൽ മാസും അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിന് ചിലപ്പോൾ ഈ വിഷയത്തിൽ ചിലപ്പോൾ ഇച്ചിരി കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. നമ്മൾ എങ്ങനെയാണ് ആ ഒരു മെഷർമെന്റ്, അപ്പൊ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെഷർമെന്റ് ഉണ്ട്, ഹോസ്പിറ്റൽ ബേസ്ഡ് ചെയ്യുന്നതുണ്ട്. അതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ലൈക്ക് കുറെ കോംപ്ലിക്കേഷൻ. പക്ഷെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ മെഷർമെന്റ്സ് ഉണ്ട്. മേ ബി ഫിസിയോതെറാപ്പിസ്റ്റിന് നമുക്ക് അത് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. ഈ പറഞ്ഞ പോലെ മിഡ് ആം സർക്കംഫറൻസ് ചെക്ക് ചെയ്യുന്ന കാര്യം, അതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ ജസ്റ്റ് അത് എങ്ങനെയാണെന്നുള്ളത് അവർക്കത് എക്സ്പ്ലെയിൻ, എന്തായാലും മിക്കവാറും എല്ലാവരുടെയും വീട്ടില് ഫിസിയോയുടെ ഒരു ഹെൽപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം അവരോട് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ വിഷയത്തെ പറ്റി. ഓക്കെ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിഒക്യു കോയിൻസെങ്ക്യൂട്ടൻ ആണ്. അതെ, കോയിൻസെങ്ക്യൂട്ടൻ 300 കഴിക്കുന്നുണ്ട്, നിലവിൽ കഴിക്കുന്നുണ്ട്. അത് സപ്ലിമെന്റ് രൂപത്തിലല്ലാതെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനായിട്ട് എന്താണ് കഴിക്കേണ്ടത്? കോഎൻസൈംസ് ഈ പറഞ്ഞ ഫുഡുകളെല്ലാം തന്നെ എല്ലാത്തിലും സെർട്ടൺ എമൗണ്ട് ഓഫ് കോഎൻസൈംസ് ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മളുടെ ഈ മെഡിക്കേഷന്റെ, സ്റ്റിറോയിഡിന്റെ മറ്റു മെഡിക്കേഷൻസ്, SMA-യിലായാലും MD-യിലായാലും ഉള്ള മെഡിക്കേഷൻസിന്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള കോക്ടെയില് ലൈക്ക് കോക്യു ആയാലും എലാർജിൻ ആയാലും ഇതിന്റെ ഒരു കോക്ടെയില് നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് അത് നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. രാത്രിയിൽ കിടക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട്, വയറ് വീർക്കുന്നു, അതോടൊപ്പം തന്നെ ഗ്യാസ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഹാർട്ട് ബീറ്റും കൂടുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ആസിഡ് റിഫ്ലക്സ് ആയിരിക്കും അല്ലെ? ഓക്കെ, അപ്പോ അത്തരം സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഗട്ട് മോട്ടിലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. ഗട്ട് മോട്ടിലിറ്റി ഡിസോർഡർ, അതായത് നമ്മുടെ വളരെ അധിക സമയം സ്റ്റമക്കിൽ ആ ഫുഡ് തങ്ങി നിൽക്കുകയും പിന്നെ വളരെ സാവകാശം, ഒരു സാധാരണ മനുഷ്യന് സംഭവിക്കുന്നതിൽ ഒത്തിരി സമയം എടുത്താണ് ഇത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് പാസ് ചെയ്യുന്നത്. ആ അവസ്ഥ ഈ പറയുന്ന സിംറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ ഒരു കാരണമാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പോർഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിച്ചു നോക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക ബോഡി, ലൈക്ക് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ ബോഡിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. പൂർണ്ണമായും കിടപ്പിലായവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു ഫുഡ് എടുക്കുന്നവരാണോ അതോ ഫുഡ് എടുക്കുന്നവര്? രണ്ടും പറഞ്ഞോളൂ. എന്തായാലും ഇനിയിപ്പോ അടുത്ത ചോദ്യമായിട്ട് വരണ്ടല്ലോ, രണ്ടും പറഞ്ഞു. ഫുഡ് എടുക്കുന്നവരും അതുപോലെ ഈ ലിക്വിഡ് രൂപത്തിൽ കഴിക്കുന്നവരുണ്ട്, പൂർണ്ണമായിട്ട് കിടപ്പിലുള്ളത്. NGT ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് നമ്മൾ ഒരു ഫോർമുല ഉണ്ടാവും, നമ്മൾ അത് സെറ്റപ്പ് ചെയ്താണ് ചെയ്യുന്നത്. അതല്ലാതെ ഫുഡ് എടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുവാണ്. ഇപ്പൊ സാധാരണ വീൽ ചെയറിൽ മൂവ് ചെയ്യുന്നവരെക്കാട്ടിലും വളരെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. ഈ ഫുഡ് തന്നെയാണ്, പക്ഷെ അവരുടെ കാലറി ഇൻടേക്ക് നമ്മൾ കറക്റ്റ് ചെയ്യണം, കുറയ്ക്കേണ്ടി വരും. അതാണ് നമുക്ക് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. കാരണം നമ്മുടെ ബോഡിയിൽ മൊബിലിറ്റി ലൈക്ക് മൂവ്മെന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് കാലറി അത്രേ ആവശ്യമില്ല. ആ പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ ലൈക്ക് എനർജി ബാലൻസിന്റെ കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എനർജി നമ്മൾ ഫുഡ് കഴിക്കുകയും കുറച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ബാക്കിയുള്ളത് ഫാറ്റ് ആയിട്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും, പിന്നീട് നമുക്ക് ഓവർ വെയിറ്റ് അല്ലെ ഒബേസിറ്റി ഉണ്ടാവുന്നു. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡ് കൺട്രോൾ ചെയ്യുക. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇത്ര ഉള്ളെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുക. ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്ക് വെളുത്തുള്ളി പോലുള്ളവ കഴിക്കുന്നത് ഇത്തരം രോഗികൾക്ക് ഗുണകരമാണോ? അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകത്തില്ല. നമുക്ക് ജിഞ്ചറും ഗാർലിക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡിനകത്ത്, അത് എസ്പെഷ്യലി നോൺ വെജിനകത്തൊക്കെ ആഡ് ചെയ്യുന്നത് നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒരു പരിധി വരെ കുറയ്ക്കാനായി സഹായിക്കത്തുള്ളൂ. അത് എടുക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകില്ല. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. നമ്മള് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാനും ലൈക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എനിക്കറിയാം ഇതിനകത്ത് എന്താ പറയുന്നത്, ഒരു 60 to 70% കാര്യങ്ങൾ, കാരണം ഒറ്റയടിക്കൊന്നും നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അത് പതിയെ പതിയെ നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഓക്കെ നമുക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്നല്ലാതെ നമുക്ക് കാര്യമായിട്ട് മനസ്സിലാകും. പക്ഷെ ഇനിയും നമുക്ക് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല നല്ല നിങ്ങൾ ഈ ട്രാക്കിലോട്ട് തീർച്ചയായിട്ടും വരും എന്ന് തന്നെ എന്റെ വിശ്വാസം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് വേണ്ടി സമയം മാഡം സ്പെൻഡ് ചെയ്തു. തീർച്ചയായിട്ടും
ഏറെ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നല്ല ഇൻഫർമേഷൻ, പുതിയ ഇൻഫർമേഷനുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. തീർച്ചയായിട്ടും ഇത് ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളല്ല. നമുക്ക് വരും മാസങ്ങളിലോ അല്ലെങ്കിൽ ദിവസങ്ങളിലോ നമുക്ക് പിന്നീട് ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള മറ്റൊരു ഇത് വെക്കാം. അപ്പോ ഏറ്റവും സ്നേഹത്തോടെ മൈൻഡിന്റെ പേരിലും പ്രതി പ്രൊജക്ടിന്റെ കോർഡിനേറ്റർ എന്ന നിലയിലും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പ്രോഗ്രാം ഇതുവരെ അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചവരോടും, കൂടാതെ മാഡത്തിന്റെ നിർദ്ദേശപ്രകാരം മൈൻഡിന് പുറത്തുള്ള ആരൊക്കെയോ ജോയിൻ ചെയ്തിരുന്നു എന്ന് കരുതുന്നു. അവരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈൻഡ് എന്ന സംഘടനയിൽ അംഗമാവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാഡത്തെ കോൺടാക്ട് ചെയ്തതിന് മാഡം എന്റെ നമ്പർ തരുന്നതായിരിക്കും. മൈൻഡ് എന്ന സംഘടനയിൽ നിങ്ങൾക്കും ഭാഗമാവുന്നതാണ്. അപ്പോ എല്ലാവർക്കും നന്ദി. ഹാവ് എ ഗുഡ് നല്ലൊരു രാത്രി. ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്പറുണ്ട്, ഇതിനകത്ത് നമ്പറുണ്ട്. ആർക്കെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, എപ്പോ വേണമെങ്കിലും വാട്സപ്പ് മെസ്സേജ് ആയിട്ട്. ചിലപ്പം എടുക്കാൻ എനിക്ക് പരിമിതിയുണ്ട്. മോന് ഇതുപോലെ ഡിസേബിൾഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടിയുള്ളതുകൊണ്ട് ചില സാഹചര്യങ്ങൾ നമുക്ക് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വാട്സപ്പ്, ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ അയച്ചിട്ട് കഴിഞ്ഞാൽ എത്ര താമസിച്ചിട്ടാണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഞാനത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.